ജീവന്റെ സ്പന്ദനമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മനുഷ്യരാണ് ഈ സമ്മേളനവുമായി ബന്ധപ്പെടുത്തി ഇവിടെ ഇരിക്കുന്നത്. പ്രപഞ്ചത്തിലെ, സൗരയൂഥത്തിലെ, പ്രപഞ്ചത്തിലെ ജീവന്റെ സ്പന്ദനമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രഹം. ഇപ്പോൾ ചന്ദ്രനിൽ ജീവനുണ്ടോ, ചൊവ്വയിൽ ജീവനുണ്ടോ എന്നുള്ള അന്വേഷണത്തിലാണ്. ഉണ്ടാകാം, ഇല്ലാതിരിക്കാം. മംഗളയാൻ പോയി പഠനം നടത്തുന്നു. ഇനിയും ആയിരക്കണക്കിന് മംഗളയാനുകൾ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ബുധനിലും ശുക്രനിലും വ്യാഴനിലും ശനിയിലും ഒക്കെ വിവിധ ഗ്രഹങ്ങളിൽ പോയി അവിടെയെല്ലാം ജീവനുണ്ടോ, അവിടെയെല്ലാം വെള്ളമുണ്ടോ, അവിടെ എന്താണ് അവസ്ഥയെന്ന് പഠന വിധേയമാക്കേണ്ടതുണ്ട്. എന്തായാലും നിലവിൽ നമ്മുടെ ശാസ്ത്രത്തിൻ്റെ അറിവ് വച്ചുകൊണ്ട് പ്രപഞ്ചത്തിലെ ജീവന്റെ സ്പന്ദനമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രഹം ഭൂമിയാണ്. ഈ ഭൂമിയുടെ ഉൾപ്പെടെയുള്ള സൗരയൂഥത്തിലെ നായകനാരാണ്? പ്രധാന കഥാപാത്രമാരാണ്. നായകനാരാണ്? സൂര്യനാണ് നായകൻ. സൂര്യൻ വരുന്നതും പോകുന്നതും കൊണ്ടാണ്, സൂര്യന്റെ പ്രകാശം കൊണ്ടാണ്, സൂര്യന്റെ ചൂട് കൊണ്ടാണ് ഈ പ്രകൃതിയിൽ കാണുന്ന ഒരുപാട് ഘടകങ്ങൾ ഉണ്ടാകുന്നത്. ഇവിടെ പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ചാണ് സംസാരിക്കുവാൻ പറഞ്ഞത്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ മനുഷ്യർ, മാനവരാശി ചിന്തിച്ചിരിക്കുന്നത് നമുക്ക് വേണ്ടിയാണ് ഈ പ്രപഞ്ചം ഉണ്ടാക്കിയിരിക്കുന്നത്, നമുക്ക് വേണ്ടിയാണ് ഈ പ്രകൃതി ഉണ്ടാക്കിയിരിക്കുന്നത്, ഈ പ്രകൃതിയിൽ എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നത്. അത് മണ്ണായാലും വെള്ളമായാലും വായുവായാലും സ്ഥലമായാലും സസ്യങ്ങളായാലും ജന്തുക്കളായാലും എല്ലാം നമുക്ക് വേണ്ടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് അറിഞ്ഞോ അറിയാതെയോ ഒരു ചിന്ത മാനവരാശിക്ക് വന്നുപോയി, മനുഷ്യർക്ക് വന്നുപോയി. നാം ചരിത്രം പരിശോധിച്ചാൽ, ഭൂമിശാസ്ത്രം പരിശോധിച്ചാൽ, നമ്മുടെ പിന്മുറക്കാർ, നമ്മുടെ തൊട്ട് മുന്നിലുള്ളവർ ആരായിരുന്നു? അദ്ദേഹത്തിന്റെ മോന്റെ പേരെന്താണ്? നന്ദുവിന്റെ അച്ഛന്റെ പേര്, ബാബുവിന്റെ അച്ഛന്റെ പേര് എന്ന് പറഞ്ഞാൽ അപ്പൂപ്പന്റെ പേരറിയത്തില്ല എന്നാണ്. അറിയാവോ? അറിയത്തില്ല. ബാബുവിന്റെ അച്ഛന്റെ പേര്, അച്ഛന്റെ പേരേ അറിയത്തില്ല. അപ്പൊ പിന്നെ അപ്പൂപ്പന്റെ പേര് അറിഞ്ഞുകൂടാതെ പിന്നെ അതിന്റെ മുമ്പുള്ള ആളിനെ ചോദിച്ചാൽ, അതിന് മുമ്പ് ആരായിരുന്നു? ബാബുവിന്റെ അച്ഛന്റെ ഒക്കെ മുമ്പ് ആരായിരുന്നു? ഓ, മനുഷ്യർ തന്നെയായിരുന്നോ? മനുഷ്യർ തന്നെയായിരുന്നു. മനുഷ്യർക്ക് മുമ്പ് ആരായിരുന്നു? കുരങ്ങൻ എന്നൊന്നും പറയരുത്, നിങ്ങളെയാണ് പറയുന്നത്, നിങ്ങളുടെ അപ്പൂപ്പന്മാരെയാണ് പറയുന്നത് കുരങ്ങനെന്ന്. കുരങ്ങൻ എന്നൊന്നും പറയരുത്. എന്തായാലും കുരങ്ങന്മാരായിരുന്നു. കുരങ്ങന്മാർ മാത്രമല്ല കുരങ്ങികളുമായിരുന്നു. അവർ വിചാരിച്ച് നമ്മൾ മാത്രമേ ഉള്ളതല്ല. കുരങ്ങന്മാരിൽ നിന്നും കുരങ്ങുകളിൽ നിന്നുമൊക്കെ പരിണാമ സിദ്ധാന്തത്തിന്റെ ഫലമായി മനുഷ്യരായി വന്നത് മുതൽ മനുഷ്യർ ആദ്യം താമസിച്ചത് എവിടെയാണ്? കാട്ടിലാണ്, വനാന്തരങ്ങളിലായിരുന്നു. രണ്ട് കാര്യങ്ങൾ മാത്രമേ മനുഷ്യന് അറിയാമായിരുന്നുള്ളൂ. ഒന്ന്, ഭക്ഷണം കഴിക്കുക. ഭക്ഷണം എന്ന് പറയാനുള്ള വാക്ക് പോലും അറിയില്ല. സ്കൂളില്ല, കോളേജില്ല, യാതൊരു വിദ്യാഭ്യാസ സംവിധാനവുമില്ല. ആകപ്പാടെയുള്ളത് പ്രകൃതിയിൽ കാണുന്ന, കാട്ടിൽ കാണുന്ന കായ്കനികൾ എടുത്തു കഴിക്കുക, അരുവിയിലെ വെള്ളം കുടിക്കുക, ആറ്റിലെ വെള്ളം കുടിക്കുക, നദിയിലെ വെള്ളം കുടിക്കുക, കിടന്നുറങ്ങുക, ക്ഷീണമുണ്ടാകുമ്പോൾ കിടന്നുറങ്ങുക. ഈ രണ്ട് കാര്യങ്ങൾ മാത്രം അറിയാമായിരുന്ന മനുഷ്യർക്ക് ഒരു ശാസ്ത്രവും പഠിപ്പിക്കാതെ, ഒരാൾ ഒരു സ്കൂളിൽ പോയി പഠിക്കാതെ ഒരു കാര്യം കൂടി അറിയാമായിരുന്നു. മൃഗങ്ങളിൽ നിന്ന് നാം പഠിച്ചതാണ്. എന്താണ് ആ ഒരു കാര്യം? ഞാൻ വേഗത്തിൽ വരാം. എന്താണ് ആ ഒരു കാര്യം? ഒരേ ഒരു കാര്യം മാത്രമായിരുന്നു അറിയാമായിരുന്നത് ആദ്യത്തെ മനുഷ്യർക്ക്. ഭക്ഷണ പദാർത്ഥങ്ങൾ ഉള്ളതെടുത്ത് കഴിക്കുക, കായ്കനികൾ കഴിക്കുക, വെള്ളം കുടിക്കുക, അതെല്ലാം അറിയാം. അല്ലാതെ ഒരു കാര്യം കൂടി പഠിച്ചു നമ്മൾ. എന്താണ്? എന്താ പഠിച്ചേ? നിങ്ങളൊക്കെ ഏത് ക്ലാസ്സിൽ പഠിക്കുന്നവരാണ്? 8th, 9th, 10th? 8 മുതൽ മുകളിലോട്ടുള്ളവരാണോ? 4ാം ക്ലാസ് കഴിഞ്ഞു വന്നവരാണോ? ഈ സ്കൂളിൽ തന്നെ പഠിച്ചവരാണോ? ഇവരൊക്കെ തന്നെയായിരുന്നോ ടീച്ചർമാര്? ഇതൊന്നും പഠിപ്പിച്ചില്ലയോ? ഒരേ ഒരു കാര്യം മാത്രമേ മനുഷ്യർക്ക് അറിയാമായിരുന്നുള്ളൂ. എന്താണ്? വേട്ടയാടാൻ അറിയില്ല, നായാടാൻ അറിയില്ല, എങ്ങും പോകാൻ അറിയില്ല, തീ കണ്ടുപിടിച്ചില്ല,
കല്ല് കൂർപ്പിച്ച് ആയുധമുണ്ടാക്കിയില്ല, ഒന്നും കണ്ടുപിടിച്ചില്ല. എന്നാലും ഒരു കാര്യം അറിയാമായിരുന്നു. എന്ത് കാര്യം? ഭക്ഷണം കഴിക്കുക, ഉറങ്ങുക, വെള്ളം കുടിക്കുക. മൂന്നാമതൊരു കാര്യം അറിയാമായിരുന്നു. പ്രകൃതിയെ നശിപ്പിച്ചിരുന്നെന്ന് വരുന്നില്ല, പ്രകൃതിയൊന്നും നശിപ്പിച്ചിരുന്നില്ല. സ്നേഹമൊന്നുമില്ല, സ്നേഹത്തിന്റെ വാക്ക് പോലും അറിയില്ല. എന്തറിയാമായിരുന്നു? എന്തായിരുന്നു? പറയുന്ന ആളിന് പ്രത്യേക സമ്മാനം തരുന്നു. വരയ്ക്കാനോ ഇതൊന്നും കണ്ടുപിടിക്കാതെ എന്ത് വരയ്ക്കുന്നത്? യെസ്, ഒരേ ഒരു കാര്യം മാത്രമാണ് മനുഷ്യൻ ആദ്യമായി അങ്ങനെ പഠിക്കുന്നത്. അതിനുശേഷം ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. എങ്ങനെ? നോ. എല്ലാ മുതിർന്നവർക്കും എന്തുണ്ടായിരുന്നു? എന്തുണ്ടായിരുന്നു? അച്ഛനമ്മമാരുണ്ടെന്ന് പറഞ്ഞാൽ എന്തുണ്ടായി? അച്ഛനമ്മ ഉണ്ടെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട്? മക്കളുമുണ്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് ശേഷമുള്ള തലമുറകളുടെ സൃഷ്ടിയെക്കുറിച്ച് അവർ എന്ത് ചെയ്തിരുന്നു? മനസ്സിലാക്കിയിരുന്നു. അങ്ങനെ കാട്ടിൽ ഒരുപാട് ആൾ കൂടിയിരിക്കാം, അല്ലെ? ആളുകളുടെ എണ്ണം സ്വാഭാവികമായി കൂടിയിരിക്കാം. കൂടുന്നതിനനുസരിച്ച് കായ്കനികളുടെ എണ്ണം കൂടണമെന്നില്ല, അരുവിയിലെ വെള്ളത്തിന്റെ അളവ് കൂടണമെന്നില്ല. സ്വാഭാവികമായി ഒരു സംഘർഷവും സമരവും ബഹളവും ഒക്കെ ഉണ്ടായിരിക്കാം. അങ്ങനെ തമ്മിൽ അടിച്ചിരിക്കാം, കുറച്ചുപേർ മരിച്ചിരിക്കാം. ഇതിനൊന്നും കൃത്യമായ ചരിത്രമില്ല, കൃത്യമായ തെളിവുകളില്ല. അങ്ങനെ മരിച്ചിരിക്കാം. എന്തായാലും കുറെ ആളുകൾ ഇനി ഇവിടെ നിന്നാൽ പറ്റില്ല, നമുക്ക് എന്തു ചെയ്യാം? ഇവിടത്തെ വെള്ളം തീരുന്നു, ഇവിടത്തെ കായ്കനികൾ തീരുന്നു, അവർ സഞ്ചാരികളാകാൻ തീരുമാനിക്കുന്നു. അങ്ങനെ മാനവർ എന്നാണോ ആദ്യമായി സഞ്ചാരികളാകാൻ തീരുമാനിക്കുന്നത്, അന്ന് മാനവന്റെ ചരിത്രം ആരംഭിക്കുന്നു, അവന്റെ അന്വേഷണത്തിന്റെ ചരിത്രം ആരംഭിക്കുന്നു. അവൻ കാട്ടിൽ നിന്ന് കാടുകളിലേക്ക് പോകുന്നു. കാടുകളിൽ നിന്ന് കാടുകളിലേക്ക് പോകുമ്പോൾ പോകുന്ന വഴിയിൽ മൃഗങ്ങളിൽ നിന്നും അതുപോലെ വന്യമൃഗങ്ങളിൽ നിന്നുള്ള വേട്ടയാടലും അതുപോലെ എതിർപ്പ് ഒഴിവാക്കുന്നതിന് വേണ്ടി നദീതീരങ്ങളെ സുരക്ഷിത സ്ഥാനങ്ങളായി കണ്ടെത്തുന്നു. നദീതീരങ്ങളിൽ നല്ല വെള്ളമുണ്ടാകുന്നു, നല്ല കായ്കനികൾ ഉണ്ടാകുന്നു. അങ്ങനെ കാട്ടിലെ കായ്കനികളൊക്കെ കഴിച്ച് നദീതീരത്ത് ജീവിക്കുന്നു. കായ്കനികൾ കഴിച്ചതിന്റെ ബാക്കി വലിച്ചെറിയുന്ന കായ്കനികളുടെ വിത്തുകൾ താനെ മുളച്ചു വരുന്നു. എങ്കിൽ ഇത് കൊള്ളാമല്ലോ. കല്ലും കൂട്ടി എറിഞ്ഞപ്പോൾ തീ ഉണ്ടാകുന്നു. എങ്കിൽ ഇത് കൊള്ളാമല്ലോ. കല്ല് കൂർപ്പിച്ചെറിഞ്ഞപ്പോൾ കൂടുതൽ ആയുധം പോലെ ഉപയോഗിക്കാൻ പറ്റുന്നു. അങ്ങനെ തീയുടെ കണ്ടുപിടുത്തം ഉണ്ടാകുന്നു. വളരെ യാദൃച്ഛ്യമായിട്ടാണ്, ഒരു ശാസ്ത്രവും കൊടുത്തതല്ല, ഒരു ശാസ്ത്രജ്ഞനും കണ്ടുപിടിച്ചതല്ല. ഇന്ന് നമ്മൾ എല്ലാത്തിനെയും ശാസ്ത്രത്തിന്റെ മേളിൽ വേണമെന്നും ശാസ്ത്രത്തിന് കാണാൻ പറ്റാത്തതെല്ലാം അശാസ്ത്രീയമാണെന്ന് പറയുമ്പോൾ ഇതൊന്നും ശാസ്ത്രം തന്നതല്ല. മനുഷ്യന്റെ അനുഭവങ്ങളിലൂടെ, അവന്റെ ജീവിതാനുഭവങ്ങളിലൂടെ, അവന്റെ നിരീക്ഷണത്തിലൂടെ. അവൻ എന്ന് പറയുന്നതിൽ അവളുമുണ്ട്. ഞാൻ അവൻ എന്ന് പറഞ്ഞതൊരു ജെൻഡർ അർത്ഥത്തിലല്ല പറഞ്ഞത്, സ്ത്രീ പുരുഷ അർത്ഥത്തിലല്ല, ഒരു നാമം എന്നുള്ള അർത്ഥത്തിലാണ്. അവരുടെ ദൃഷ്ടിയിൽപ്പെട്ടിരുന്നു. അങ്ങനെ കാടിൽ നിന്ന് പുറത്തേക്ക് വന്ന മനുഷ്യർ കാട് കീഴടക്കി, നാട് കീഴടക്കി, ഓടുന്ന വെള്ളത്തെ നടത്തി, ഒഴുകുന്ന വെള്ളത്തെ തിരിച്ചുവിട്ടു, തടയണകൾ കെട്ടി, ഡാമുകൾ കെട്ടി, കൃഷിക്ക് ഉപയോഗിച്ചു, കറണ്ട് ഉണ്ടാക്കി. അങ്ങനെ കാടും മേടും എല്ലാം കീഴടക്കി. കല്ലിൽ നിന്ന് മനുഷ്യർ എവിടെ എത്തി? കല്ലിൽ നിന്നാണ് തുടങ്ങിയത്. എവിടെ എത്തി? ഒരു കാ കൂടെ ഉണ്ട്. കല്ലിൽ നിന്ന് അടുത്തതും കാ തന്നെയാണ്. കല്ലിൽ നിന്ന് ആധുനിക യുഗം കണ്ടുപിടിച്ച ഏറ്റവും പ്രധാന ഒരു മിഷൻ എന്താ? കമ്പ്യൂട്ടറിലെത്തി. കല്ലിൽ നിന്ന് കമ്പ്യൂട്ടറിലെത്തി. തീക്കുണ്ടത്തിൽ നിന്ന് എവിടെ എത്തി? ആണവ റിയാക്ടറുകളിലെത്തി. അപ്പൊ കല്ലിൽ നിന്ന് കമ്പ്യൂട്ടറിലേക്കുള്ള യാത്ര അല്ലേ? അതുപോലെ തന്നെ തീക്കുണ്ടത്തിൽ നിന്ന് ആണവ റിയാക്ടറിലേക്കുള്ള യാത്ര. അങ്ങനെ കീഴടക്കി, കാട് കീഴടക്കി, നാട് കീഴടക്കി, വെള്ളം ഇതെല്ലാം കീഴടക്കിയ മനുഷ്യർ, പ്രകൃതിയോട് ഇണങ്ങി ജീവിച്ചിരുന്ന മനുഷ്യർ, കുറെ കഴിഞ്ഞപ്പോൾ പ്രകൃതി എന്ത് ചെയ്യാൻ തുടങ്ങി? ചെറുതായിട്ട് കീഴടക്കാൻ തുടങ്ങി, മനസ്സിലാക്കാൻ തുടങ്ങി. അങ്ങനെ കീഴടക്കി വരുമ്പോഴാണ് വേറൊരാൾ കൂടി രംഗപ്രവേശം ചെയ്തത്. ആരാണത്? ശാസ്ത്രം. ശാസ്ത്രം രംഗപ്രവേശം ചെയ്യുമ്പോൾ ഈ കീഴടക്കലിന്റെ വേഗത എന്ത് ചെയ്തു? കൂടി. വളരെ പെട്ടെന്ന് എല്ലാം കണ്ടുപിടിക്കാനായി. അങ്ങനെ കാടും നേടും എല്ലാം കണ്ടുപിടിച്ചു, കര കണ്ടുപിടിച്ചു, ആകാശത്തേക്ക് കണ്ടുപിടുത്തത്തിലേക്ക് പോയി. ഇപ്പൊ എവിടെ പോകുന്നു നമ്മുടെ കണ്ടുപിടുത്തങ്ങളൊക്കെ? ശൂന്യാകാശത്തിലേക്ക് പോകുന്നു. അങ്ങനെ വിവര വിജ്ഞാന വിസ്ഫോടനം കൂടി വന്നപ്പോൾ മനുഷ്യർ ഇങ്ങനെ ഓടുകയാണ്. ഇവിടെ അറിയേണ്ടുന്ന വളരെ ഗൗരവമായ ചില വിഷയങ്ങൾ ഞാൻ പറഞ്ഞു. നായകൻ ആരാന്ന് പറഞ്ഞു? സൂര്യനാണ്. നായകൻ സൂര്യനാണെങ്കിൽ ഉപനായകന്മാർ ആരൊക്കെയാണ്?
അല്ലെങ്കിൽ നായികമാരാരൊക്കെയാണ്? ചന്ദ്രനെ വിട്ടേക്കുക, ഭൂമിയിലേക്ക് വരിക, ഭൂമിയിലെടുക്കുക. ഭൂമിയിലെ നായകന്മാരാരാണ്? നമ്മൾ എന്ത് തിന്നണമെന്ന് തീരുമാനിക്കുന്നത്, നമ്മൾ എങ്ങനെ കഴിക്കണമെന്ന് തീരുമാനിക്കുന്നത്, നമ്മുടെ വസ്ത്രധാരണം തീരുമാനിച്ചത്, ഇതൊക്കെ തീരുമാനിച്ചതിൽ വളരെ പ്രധാന പങ്ക് വഹിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. ഒന്ന് സൂര്യൻ തന്നെയാണ്. രണ്ടാമതോ പ്രകൃതിയിൽ ആരാണ്? പ്രകൃതിയിലെ 3 ഭാഗങ്ങളായി തിരിക്കാം. ഞാൻ വേഗത്തിൽ പോകുന്നു. ഒന്ന് മണ്ണ്. ഒരു പ്രദേശത്തെ മണ്ണ് എന്താണ്? മണ്ണെന്ന് പറയുമ്പോൾ കേവലം നമ്മൾ കയ്യിൽ വരുന്ന മണ്ണല്ല. അത് പർവ്വതമാണോ, താഴ്വരയാണോ, കുന്നാണോ, വയലാണോ, അതുമായി ചേർത്ത് ഞാൻ പറയുന്നു ലാൻഡ് എന്ന് പറയാം. അപ്പോൾ കുറച്ചുകൂടി നല്ല വാക്ക് എന്താണ്? ലാൻഡ്. രണ്ടാമതൊരു വസ്തുവുണ്ട്, ഒഴുകുന്നതാണ്, സ്വന്തമായി നിൽക്കുന്നതല്ല, ഒരിടത്ത് മാത്രം നിൽക്കില്ല, ഒരുപാട് ഭാവങ്ങളുണ്ട്. നദിയോ? ജലം, വാട്ടർ. രണ്ടാമത്തെ വസ്തു വാട്ടർ. അപ്പൊ ലാൻഡായി, വാട്ടറായി. മൂന്നാമത്തെ വസ്തു ആരാണ്? നോ, എയർ എല്ലായിടത്തും ഉണ്ട്. വായു. ഞാനും നിങ്ങളും തമ്മിൽ ശരിയാവൂല. ഓക്സിജൻ. ഓഹോ, മിടുക്കരാണല്ലോ നിങ്ങൾ. എയർ എന്ന് പറഞ്ഞപ്പോൾ അല്ല വായു എന്ന് പറയുന്നു, അല്ല എന്ന് പറഞ്ഞപ്പോൾ ഓക്സിജൻ എന്ന് പറയുന്നു. കൊള്ളാമല്ലോ നിങ്ങൾ, ആളെ പറ്റിക്കോ. യെസ്, ലാൻഡ്, വാട്ടർ, ബയോമാസ്. ബയോമാസ് എന്ന വാക്കിന്റെ അർത്ഥം ജൈവസമ്പത്ത്. ജീവനുള്ള എല്ലാവരും, 3 പേർ. ജീവനുള്ള ഭൂമിയിൽ 3 വിഭാഗക്കാരാണുള്ളത്. 1 സസ്യങ്ങൾ, 2 ജന്തുക്കൾ, 3 മനുഷ്യർ. 3 വിഭാഗക്കാരാണ്. ഈ 3 വിഭാഗത്തെയും ചേർത്ത് ഞാൻ ബയോമാസ് അല്ലെങ്കിൽ ജൈവസമ്പത്ത് എന്ന് പറയാം. അപ്പോൾ 3 കാര്യങ്ങളെ ഞാൻ പറഞ്ഞു. 1 ലാൻഡ്, 2 വാട്ടർ, 3 ബയോമാസ്. ഈ 3 പേരും കൂടിയാണ് തീരുമാനിക്കുന്നത്. നിങ്ങൾ ആലോചിച്ചു, നമുക്ക് ഓണം വന്നത്, ചിങ്ങമാസത്തിൽ ഓണം വരാൻ കാരണം നെല്ല് വിളവെടുക്കുന്നത് കൊണ്ടാണ്. നമുക്ക് ആപ്പിൾ ഒരുപാട് കഴിക്കാൻ പറ്റാത്തത് ആപ്പിൾ വിളയിക്കുന്ന ഒരു ഭൂമിശാസ്ത്രമല്ല നമുക്കുള്ളത്. ഗോതമ്പ് ഒരുപാട് കഴിക്കാൻ പറ്റാത്തത് പഞ്ചാബിൽ നിന്നൊക്കെ ഇറക്കുമതി ചെയ്യണം, നമുക്കില്ല. അപ്പോൾ ഒരു പ്രദേശത്തെ തീരുമാനിക്കുന്നത്, ആചാരം വരുന്നത്, അനുഷ്ഠാനം വരുന്നത്, ഭാഷ വന്നത്, മലകളുടെയും അളകളുടെയും നാട് മലയാളം. അവിടെ വസിക്കുന്നവർ മലയാളി, അവന്റെ ഭാഷ മലയാളം. 5 നദികളുടെ നാട് പഞ്ചാബ്, അവിടെ വസിക്കുന്നവർ പഞ്ചാബികൾ, അവരുടെ ഭാഷ പഞ്ചാബി. ഭാഷ വരുന്നത് ഇതൊക്കെ ഈ പ്രകൃതി ഘടകങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ടാണ്. ആചാരങ്ങൾ വന്നത്, ഒരുപാട് അനുഷ്ഠാനങ്ങൾ വന്നത്, ഒരുപാട് ഉത്സവങ്ങൾ വന്നത്, വസ്ത്രധാരണ രീതികൾ വന്നത് ഒക്കെ. എന്നാൽ കൊടുത്തതുണ്ട്, വാങ്ങിയതുണ്ട്. വിവരവിജ്ഞാന വിസ്ഫോടനമൊക്കെ വന്നപ്പോൾ ഒരുപാട് വസ്തുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിയിട്ടുണ്ട്, അറിവ് കൈമാറിയിട്ടുണ്ട്. മലയാളി ഫാൻസ് എന്ന് ഉപയോഗിക്കുന്ന ആളുകളായിരുന്നില്ല. ബ്രിട്ടീഷുകാരുടെ വരവോടുകൂടിയാണ് ഫാൻസ് ഉപയോഗിച്ച് തുടങ്ങിയത്. അങ്ങനെ അവർ തിരിച്ച് നമ്മളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട്. നമ്മൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തിട്ടുണ്ട്. പക്ഷേ അടിസ്ഥാനപരമായി എല്ലാ സംസ്കാരങ്ങളും ഉണ്ടായത്, അത് സിന്ധുവിൻ്റെ, ഗംഗയുടെ, ഗോദാവരിയുടെ എടുത്താലും, കൃഷ്ണയുടെ, കാവേരിയുടെ എടുത്താലും, കരമണയുടെ എടുത്താലും, കിള്ളിയാറിൻ്റെ എടുത്താലും, അങ്ങ് യൂഫ്രട്ടീസിൻ്റെ എടുത്താലും, ടൈഗ്രീസിൻ്റെ എടുത്താലും, നൈലിൻ്റെ എടുത്താലും, ഹൊയാഹോയുടെ എടുത്താലും, ലോകത്തിലെ ഏത് ചരിത്രം എടുത്താലും, ഏത് സംസ്കാരം എടുത്താലും, അവിടെ എല്ലാം മനുഷ്യർ വളർന്നിട്ടുണ്ടെങ്കിൽ, അവർ സമൂഹമായി ജീവിച്ചിട്ടുണ്ടെങ്കിൽ, മണ്ണിനെയും വെള്ളത്തെയും ഈ പറയുന്ന ജൈവസമ്പത്തിനെയും അടിസ്ഥാനമാക്കിയാണ്. ഇതിങ്ങനെ വളർന്നു പോയി ശാസ്ത്രം കൂടി വരുമ്പോൾ, ശാസ്ത്രം കൂടി ഇങ്ങനെ വല്ലാതെ കണ്ടുപിടിച്ച് ഒരുപാട് വസ്തുക്കൾ നമുക്ക് തരുമ്പോൾ, കൃത്രിമമായ ഒരുപാട് വസ്തുക്കൾ കണ്ടുപിടിച്ച് തരുമ്പോൾ, സാങ്കേതിക വിപ്ലവം തന്നെ ഉണ്ടായി. സാങ്കേതിക വിദ്യയുടെ ഒരു വിപ്ലവം തന്നെ ഉണ്ടായി. വിവരവിജ്ഞാനത്തിന്റെ വിപ്ലവം തന്നെ ഉണ്ടായി. വിസ്ഫോടനം തന്നെ ഉണ്ടായി. എല്ലാ അറിവും ആർക്കും എടുക്കാവുന്ന നിലയിലേക്ക് പോയി കാര്യങ്ങൾ. ആറ്റം ബോംബ് കണ്ടുപിടിക്കുന്നു, പേനാക്കത്ത് കണ്ടുപിടിക്കുന്നു, പ്ലാസ്റ്റിക്, ഇങ്ങനെ എല്ലാ വസ്തുക്കളും കണ്ടുപിടിക്കാവുന്ന നിലയിലേക്ക് ശാസ്ത്രം വളരുന്നു. ഒരു വശത്ത് ശാസ്ത്രത്തിന്റെ ഈ അനുസ്യൂതമായ വളർച്ചയും, മറുവശത്തെ പ്രകൃതി വിഭവങ്ങളെ ഒന്നൊന്നായി, മണ്ണിനെ, വെള്ളത്തെ, വായുവിനെ ഒന്നൊന്നായി മനുഷ്യർ പ്രയോജനപ്പെടുത്തി വരികയും, മറുവശത്ത് ഒരു കാര്യം കൂടി ലോകത്ത് എല്ലായിടത്തും കൂടി. എന്താ കൂടിയത്? മനുഷ്യരുടെ എണ്ണവും കൂടി, ജനസംഖ്യയും കൂടി. അപ്പൊ ജനസംഖ്യ കൂടുന്നു, എല്ലാവർക്കും ആവശ്യമുള്ള വെള്ളമില്ലാതെ വരുന്നു, എല്ലാവർക്കും ആവശ്യമുള്ള വായു ഇല്ലാതെ വരുന്നു, എല്ലാവർക്കും ആവശ്യമുള്ള ഭക്ഷ്യസമ്പത്തില്ലാതെ വരുന്നു. സ്വാഭാവികമായി പ്രകൃതിയെ വീണ്ടും വീണ്ടും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരുന്നു? നമുക്ക് ചൂഷണം ചെയ്യേണ്ടി വരുന്നു. ശാസ്ത്രീയമായും അശാസ്ത്രീയമായും ചൂഷണം ചെയ്യുന്നു. നിങ്ങളെ കെമിസ്ട്രി പഠിപ്പിക്കുന്നതാരാ ഇവിടെ? ടീച്ചറിന്റെ പേരെന്താണ്? അതേ സാറാണോ? ടീച്ചറിന്റെ പേരെന്താണ്? സുനിത, ബിന്ദു ഇന്നിവിടെ ഉണ്ടോ? ഇവിടെ ഉണ്ടോ? ഇല്ല. നിങ്ങൾ നാളെ, ഇന്ന് ക്ലാസ് കഴിഞ്ഞിട്ട് നാളെ നിങ്ങളുടെ ബിന്ദു ടീച്ചറിനോട് പറയണം, ടീച്ചർ നിങ്ങളെ ഒരുപക്ഷെ പഠിപ്പിച്ചിട്ടുണ്ടാവും, അല്ലെ ഇനി പഠിപ്പിച്ചിട്ട് ചോദിച്ചാൽ മതി, വെള്ളത്തിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട്? ഹൈഡ്രജനും. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ നാളെ സ്കൂളിൽ വെള്ളം കൊണ്ടുവരുന്നില്ല, ഉച്ചയ്ക്ക് ലാബിലേക്ക് വരാം, കുറച്ച് ഹൈഡ്രജനും
കുറച്ച് ഓക്സിജനും തരാവോ? വെള്ളമാക്കാമല്ലോ, പറ്റൂലേ? പറ്റുമല്ലോ. ശാസ്ത്രത്തിന്റെ സഹായത്താൽ ഹൈഡ്രജൻ ഓക്സിജൻ ചേർത്താൽ വെള്ളമാകണമല്ലോ, അല്ലെങ്കിൽ അത് ശാസ്ത്രമല്ലല്ലോ. വെള്ളത്തിൽ ഹൈഡ്രജൻ ഓക്സിജൻ ഉണ്ടെങ്കിൽ തീർച്ചയായും അത് സംയുക്തമായി യോജിപ്പിച്ചാൽ വെള്ളമാകണ്ടേ? പെർഫെക്റ്റ് റേഷ്യോയിലാക്കിയ വെള്ളമാകണ്ടേ? പറ്റും. പറ്റില്ല എന്ന് പറഞ്ഞാൽ അശാസ്ത്രീയമാണ്. പറ്റും. പക്ഷേ അങ്ങനെ വെള്ളമാക്കി നമ്മുടെ കുടിവെള്ള പ്രശ്നം എന്ത് ചെയ്യാനാവൂല? പരിഹരിക്കാനാവൂല. അങ്ങനെ വെള്ളമാക്കി നാട്ടിലെ പുഴയുടെ വെള്ളത്തിന്റെ ദാഹം എന്ത് ചെയ്യാനാവൂല? തീർക്കാനാവൂല. അങ്ങനെ വെള്ളമുണ്ടാക്കി നാട്ടിലെ ചെടികൾക്ക് ആവശ്യമുള്ള വെള്ളം കൊടുക്കാൻ നമുക്കാവില്ല. അങ്ങനെ വെള്ളമുണ്ടാക്കി കടലിലെ ഉപ്പുവെള്ളത്തെ നിരോധിക്കുവാനുള്ള കരയിലെ വെള്ളത്തിന് പകരം വെക്കാനാവില്ല. ഒരിഞ്ച് കനത്തിൽ മണ്ണുണ്ടാകാൻ 1000 വർഷം വേണം. ഒലിച്ച് നഷ്ടപ്പെടാൻ 4 വർഷം മതി. നിങ്ങളെ ഭൂമിശാസ്ത്രം പഠിപ്പിക്കുന്ന ടീച്ചർ പഠിപ്പിക്കും. പക്ഷേ 1 മില്ലിമീറ്റർ മണ്ണ് പോലും മനുഷ്യർക്ക് എന്ത് ചെയ്യാനാവില്ല? കൃത്രിമമായി അങ്ങനെ സൃഷ്ടിക്കാനാവില്ല. അപ്പോൾ ഒരു ചോദ്യമുണ്ട്, നമ്മൾ പാറ പൊടിച്ച മണ്ണാവില്ലേ? പാറ പൊടിച്ചാൽ മണ്ണാകില്ല. മണ്ണെന്ന നിർവചനത്തിൽ വരണമെങ്കിൽ, സോയിൽ എന്ന നിർവചനത്തിൽ വരണമെങ്കിൽ അത് വളമെടുക്കണം, വെള്ളമെടുക്കണം, സൂര്യപ്രകാശത്തെ എടുക്കണം, അത് വസ്തുക്കളെ വളർത്തണം. അങ്ങനെ ജൈവസമ്പത്തുള്ള, അങ്ങനെ ജൈവാംശമുള്ള മണ്ണുണ്ടാക്കുക എളുപ്പമല്ല മാനവന്. വായു ഉണ്ടാക്കുക എളുപ്പമല്ല മനുഷ്യർക്ക്. സൂര്യനെ സൃഷ്ടിക്കുക എളുപ്പമല്ല മനുഷ്യർക്ക്. നാം പുറത്തുവിടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് നമുക്ക് എടുത്തതിന് ശേഷം, വലിച്ചെടുത്തതിന് ശേഷം നമുക്കാവശ്യമായ ഓക്സിജൻ തരാൻ ഈ ഭൂമിയിൽ ചെടികൾ ആവശ്യമുണ്ട്. ചെടികൾക്ക് മാത്രമേ ഓക്സിജൻ റിലീസ് ചെയ്യാനുള്ള അമാനുഷമായ കഴിവുകളുള്ളൂ. നാം കാർബൺ ഡൈ ഓക്സൈഡാണ് പുറത്തുവിടുന്നത്. ചെടികൾ എടുക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ചെടികൾക്ക് കിടക്കുന്നെങ്കിൽ അത് പ്രകാശ സംശ്ലേഷണം വഴി സൂര്യപ്രകാശത്തെ കൂടെ എടുത്തുകൊണ്ട് ഫോട്ടോസിന്തസിസ് ആക്ടിവിറ്റീസ് നമ്മളിത് പഠിച്ചിട്ടുള്ളതാണ് സ്കൂളുകളിൽ. പ്രകാശ സംശ്ലേഷണം വഴി ചെടികൾക്ക് അങ്ങനെ ഒരു കഴിവുണ്ട്. ഇനിയും നിങ്ങൾ ആലോചിച്ചോളൂ. നിങ്ങളെല്ലാം ആഹാരം കഴിക്കുന്നവർ, ഞാനും വടയും അടക്കം കഴിച്ചതാണ്. ഈ വടയിൽ ചേർത്തിരിക്കുന്ന സാധനം എന്താ? ഉഴുന്നാണ്. ഉഴുന്ന് എവിടെ നിന്നാ? ചെടിയിൽ നിന്നാണ്. നിങ്ങളെല്ലാം എടുത്തോളൂ. പ്രാഥമിക ഉൽപാദകരാരാണ്? നിങ്ങൾ ഏത് വസ്തു കഴിച്ചിട്ടുണ്ടെങ്കിലും, നൂഡിൽസ് ആയാലും ചപ്പാത്തി ആയാലും ചോറായാലും ഏത് വസ്തു കഴിച്ചിട്ടുണ്ടെങ്കിലും അത് പ്രാഥമികമായി ഉൽപ്പാദിപ്പിക്കുന്നത് ആരാണ്? സസ്യങ്ങൾ മാത്രമാണ്, ചെടികൾ മാത്രമാണ്. ഇനി മൃഗങ്ങൾ, നിങ്ങൾ കോഴിയിറച്ചിയും ചിക്കനും അല്ലെങ്കിൽ ബീഫും മട്ടനും ഒക്കെ കഴിച്ചെങ്കിലും ആ ചിക്കനും ബീഫിനും കോഴിക്കും മട്ടനും എല്ലാം എന്ത് വേണം? ആഹാരം എന്ന് പറയുന്നത് എന്താണ്? ചെടികളാണ്. പ്രാഥമിക ഉൽപാദകരാരാണ് ഭൂമിയിലെ? ചെടികളാണ്. മറ്റൊരാൾ ഉൽപ്പാദിപ്പിക്കുന്നില്ല. അപ്പൊ പ്രാഥമിക ഉൽപാദകരായ ചെടികൾക്ക് ഉൽപാദനം നടത്തുവാനുള്ള സാഹചര്യം ഉണ്ടാവണം. ചെടികൾ ഉണ്ടായേ കഴിയൂ. അതുകൊണ്ടാണ് നമ്മൾ ഒരുപാട് തിയറികളൊക്കെ പറയും. സൂര്യനും വായുവും തീയും ആകാശവും അതുപോലെ തന്നെ എന്താ പറയുക, മണ്ണും വെള്ളവും ഒക്കെ, ഇതൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നതല്ല. കൃത്രിമമായി അങ്ങനെ പെട്ടെന്ന് ഫാക്ടറിയിൽ സൃഷ്ടിച്ചെടുക്കാൻ പറ്റുന്നതല്ല. അപ്പൊ പിന്നെ തിരിച്ചു ചിന്തിക്കണം. ഇതൊന്നും അങ്ങനെ കൃത്രിമമായി സൃഷ്ടിക്കാനാവില്ല എങ്കിൽ, ഇതൊന്നുമില്ലാതെ നമുക്ക് ജീവിക്കാനും ആകില്ല എങ്കിൽ ശരീരത്തിൽ എത്ര ശതമാനം വെള്ളമുണ്ട്? മോളെ പേരെന്താ? അഭിരാമിയുടെ ഏതാം ക്ലാസ്സിൽ പഠിക്കുന്നത്? 9th. എത്ര ശതമാനം ബോഡിയിൽ എത്ര പെർസെൻറ്റേജ് വെള്ളമുണ്ട്? 70യോ? ബ്രെയിനിലോ? മൊത്തം വെള്ളമോ അല്ലേ? വേറൊന്നുമില്ലല്ലേ? ബ്രെയിനിൽ എത്ര പെർസെൻറ്റേജ്? കിഡ്നിയിൽ എത്ര പെർസെൻറ്റേജ്? ബോണിൽ എത്ര പെർസെൻറ്റേജ്? ഭൂമിയിൽ എത്ര പെർസെൻറ്റേജ്? ശുദ്ധവെള്ളം. ഭൂമിയിൽ ഒരുപാട് വെള്ളമുണ്ട്. ശുദ്ധവെള്ളം 3%. വെള്ളമില്ലാതെ എത്ര ദിവസം ജീവിക്കാം? ഞാൻ വെള്ളമാണ് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് പരിസ്ഥിതിയും വെള്ളവും പറഞ്ഞു പോകാം. വെള്ളമില്ലാതെ എത്ര ദിവസം ജീവിക്കാം? ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ 2-3 ദിവസമേ നമുക്ക് ജീവിച്ചിരിക്കാനാവുള്ളൂ അല്ലേ? ഭക്ഷണം കഴിക്കാതെ 3-4 മാസമൊക്കെ നമുക്ക് ജീവിച്ചിരിക്കാം. പക്ഷേ ഷർമിള എറോഷനെ പോലെയുള്ള ഒരുപാട് അങ്ങനെ അത്ഭുത വ്യക്തിത്വങ്ങളുണ്ട്. സന്യാസിമാരൊക്കെ പണ്ടിരുന്നിട്ടുണ്ട്, ഋഷിമാരൊക്കെ ഇരുന്നിട്ടുണ്ട്. അത് വേറൊരു തലമാണ്. മനസ്സിൻ്റെ വേറെ തലം കൊണ്ട് അവരിയ്ക്കുന്നതാണ്. മനസ്സിൻ്റെ ഒരു വിൽ പവർ കൊണ്ടിരിക്കുന്നതാണ്. അല്ലാതെ സ്വാഭാവികമായ മനുഷ്യന് 2-3 ദിവസത്തിനപ്പുറം വെള്ളമില്ലാതിരിക്കാനാവില്ല, ഭക്ഷണമില്ലാതിരിക്കാനാവില്ല, വായു ശ്വസിക്കാതെ ഒരു നിമിഷം പോലും ഇരിക്കാനാവില്ല. ശുദ്ധമായ വായു തന്നെ വേണം ശ്വസിക്കാൻ, ശുദ്ധമായ വെള്ളം തന്നെ വേണം കുടിക്കാൻ, ശുദ്ധമായ ഭക്ഷണം തന്നെ വേണം കഴിക്കാൻ. അപ്പോൾ ശുദ്ധമായ വായു, അപ്പോൾ പരമാവധി വായുവിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ശുദ്ധമാക്കി നിലനിർത്താൻ പറ്റണം. പരമാവധി വെള്ളത്തെ എന്ത് ചെയ്യാൻ പറ്റണം? ശുദ്ധമാക്കി നിലനിർത്താൻ പറ്റണം. ഒരു നാട്ടിലെ ആളുകൾ ആരോഗ്യത്തോടെ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം
നന്നായി അവർ ശുദ്ധജലം കുടിക്കുന്നു, ശുദ്ധവായു കഴിക്കുന്നു, നന്നായി അവർ അധ്വാനിക്കുന്നു, നന്നായി അവർ ജീവിക്കുന്നു. നിങ്ങളുടെ സ്കൂൾ ക്യാമ്പസിൽ നിങ്ങളുടെ പ്രിൻസിപ്പാൾ സാർ നല്ല സാറായിരിക്കാം, മിടുക്കനാണ്, ഒരുപാട് സ്ഥലങ്ങളിൽ ഇരുന്ന ആളാണ്, നല്ല പ്രിൻസിപ്പാളാണ്, നല്ല മിടുക്കനാണ്. നിങ്ങളെ മിടുക്കിയായ HM ഉണ്ട്, മിടുക്കിയായ എക്കോ ക്ലബിൻ്റെ ടീച്ചറുണ്ട്, മിടുക്കിയായ ഒരുപാട് കുട്ടികളുണ്ട്. പക്ഷേ ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഞാൻ 5 മിനിറ്റ് നേരം ഈ ക്യാമ്പസ് ഒന്ന് നടന്ന് ചുറ്റി കണ്ടാൽ അറിയാം നിങ്ങളുടെ മിടുക്ക് എത്രമാത്രം ഉണ്ട് എന്ന്. ഇവിടെ ചവർ ഇടരുത് എന്ന് എഴുതി വെച്ചിരുന്നാൽ അവിടെ തന്നെ ഇടും. ഇവിടെ വൃത്തിയായി സൂക്ഷിക്കുക എന്ന് എഴുതിയിരുന്നാൽ അവിടെ തന്നെ വൃത്തികേടാക്കും. ഇവിടെ മൂത്രം ഒഴിക്കരുത് എന്ന് വെച്ചിരുന്നാൽ അവിടെ മാത്രമേ ഒഴിക്കൂ. വലിച്ചെറിയരുത് എന്ന് പറഞ്ഞാൽ വലിച്ചെറിഞ്ഞിരിക്കും. അപ്പോൾ നിങ്ങളുടെ നാടിൻ്റെ, നിങ്ങളുടെ സ്ഥലത്തിൻ്റെ, നിങ്ങളുടെ വീടിൻ്റെ പരിശുദ്ധി അറിയാൻ നിങ്ങളുമായി ഇന്റർവ്യൂ ചെയ്യേണ്ട, വീടിൻ്റെ പരിസരം കണ്ടാൽ മതി. അപ്പോൾ എന്താ പരിസ്ഥിതി? പരിസരം, പരിസ്ഥിതി, ഇക്കോളജി, ഈ വാക്കുകളൊക്കെ നിങ്ങൾ കേട്ടിരിക്കണം, പരിസ്ഥിതി പഠിക്കുന്നവരല്ലേ. പരിസ്ഥിതി, എൻവയോൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് എന്നൊക്കെയാണ്. എൻവിറോൺസ്, എന്താണ് എൻവിറോൺസ്? പരിസ്ഥിതി എന്ന് പറഞ്ഞാൽ എന്താ? പരിസരം, കുറച്ചുകൂടി ലളിതമായ വാക്ക്. പരിസരം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ലളിതമായ വാക്ക് എന്താ? പരിസ്ഥിതി കുറച്ചുകൂടി ലളിതമായ വാക്ക്, പരിസരം കുറച്ചുകൂടി ലളിതമായ വാക്ക് എന്താ? ചുറ്റുവട്ടം അല്ലെങ്കിൽ ചുറ്റുപാട്. നമ്മുടെ മനുഷ്യരും അതിൻ്റെ നമ്മൾ താമസിക്കുന്ന സ്ഥലവും ഒക്കെ ചുറ്റുമെടുത്തോളൂ. അതൊരു വീട്, നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഇതിന്റെ ചുറ്റുമുള്ള സ്ഥലം എടുത്തോളൂ, സ്കൂൾ ക്യാമ്പസ് എടുത്തോളൂ, വീടിന്റെ ചുറ്റുമുള്ള സ്ഥലം എടുത്തോളൂ, ഒരു രാജ്യത്തിന്റെ ചുറ്റുമുള്ള സ്ഥലം എടുത്തോളൂ. നമ്മുടെ ചുറ്റുപാട്, പരിസരം. എക്കോളജി, വേറൊരു വാക്ക് നിങ്ങൾ ഇതിനകത്തുകൂടി കടന്നു കയറിപ്പോണം. ആവാസ വ്യവസ്ഥ, തനതായി ജീവസമ്പത്തുള്ള ഒരു ഇപ്പോ കുളം ഒരു ആവാസ വ്യവസ്ഥയാണ്, കര വേറൊരു ആവാസ വ്യവസ്ഥയാണ്. എന്താ പറയാൻ കാരണം? ഒരിടത്ത് കുളവും കരയും ഉണ്ടെന്ന് വിചാരിക്കുക. കുളം ഒരു ആവാസ വ്യവസ്ഥയാണ്, കര വേറൊരു ആവാസ വ്യവസ്ഥയാണ്. കരമന നദിക്കകം ഒരു ആവാസ വ്യവസ്ഥയാണ്, നദിയുടെ പുറത്തുള്ള ഭാഗം ഒരു ആവാസ വ്യവസ്ഥയാണ്. എന്താ കാരണം? നദിയിലുള്ള ജീവികളല്ല കരയിലുള്ളത്, നദിയുടെ ചൂടല്ല കരയിലുള്ളത്, നദിയുടെ ജലമല്ല കരയിലുള്ളത്. എല്ലാം വ്യത്യാസമുണ്ടല്ലോ. നദിയിൽ ചൂട്, മീനുകൾ കാണും, പായൽ കാണും, ഒരുപാട് സസ്യസമ്പത്ത് കാണും, ഒരുപാട് ജന്തുസമ്പത്ത് കാണും. ചൂടിൻ്റെ അളവ് കുറവായിരിക്കും, തണുപ്പിൻ്റെ അളവായിരിക്കും കൂടുതൽ, വേറൊരു സ്വഭാവമായിരിക്കും. അപ്പോൾ അതൊരു ആവാസ വ്യവസ്ഥ. കരയെടുക്കുമ്പോൾ അതൊരു ആവാസ വ്യവസ്ഥ, കാടെടുക്കുമ്പോൾ അത് വനം നോക്കിയാൽ അതൊരു ആവാസ വ്യവസ്ഥ, കാവുകൾ നോക്കുമ്പോൾ അതൊരു ആവാസ വ്യവസ്ഥ. നിങ്ങൾ മണ്ണാറശാല ക്ഷേത്രത്തിൽ പോയിട്ടുള്ളവരാണോ? ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഇവിടെ പഴഞ്ചിറ ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടോ? ഈ കാവുള്ള ക്ഷേത്രങ്ങളിൽ പോയിട്ടുണ്ടോ? അറിയാനാണ്, അല്ല നിങ്ങൾ ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടോ എന്ന് അറിയാനില്ല. കാവുള്ള ക്ഷേത്രങ്ങളിൽ ചെന്നാൽ കാവിനകത്ത് നിങ്ങൾ കയറാൻ പറ്റുമെങ്കിലേ കയറാവൂ. അവിടെ ചെന്ന് അവർ ബഹളം ഉണ്ടാക്കി കയറരുത്, വിശ്വാസത്തിന്റെ ഭാഗമാണ്. പറ്റുമെങ്കിൽ ഒന്ന് കയറി നോക്കുക. വേറൊരു കാലാവസ്ഥയാണ്, അസാധ്യ തണുപ്പാണ്, സൂക്ഷ്മമായൊരു കാലാവസ്ഥയാണ്. അപ്പൊ കാലാവസ്ഥ തന്നെ 2 തരമുണ്ട്. ഒന്ന് സ്ഥൂലമായ കാലാവസ്ഥ, മഴക്കാലം, വേനൽക്കാലം, അല്ലെ, ശരത്കാലം, വസന്തകാലം, ഇങ്ങനെ തുടങ്ങിയ ദീർഘകാലങ്ങളിലുള്ള കാലാവസ്ഥ. സൂക്ഷ്മമായ കാലാവസ്ഥയുമുണ്ട്. ഈ സ്കൂൾ ക്യാമ്പസിലുമുണ്ട് 2 കാലാവസ്ഥ. എന്താ അതെങ്ങനെ അറിയാൻ പറ്റും? സ്കൂളിന്റെ ക്യാമ്പസിലുമുണ്ട് 2 കാലാവസ്ഥ. എങ്ങനെ അറിയാൻ പറ്റും? ഒരു മരത്തിന്റെ മൂട്ടിൽ ചെന്ന് നിന്നാൽ മതി. അവിടെ വേറൊരു തണുപ്പുണ്ട്. അതിന്റെ അർത്ഥം അവിടെ വേറൊരു സൂക്ഷ്മ കാലാവസ്ഥ രൂപപ്പെട്ടിട്ടുണ്ട്. കാലാവസ്ഥ തന്നെ 2 തരത്തിലുണ്ട്. സൂക്ഷ്മ കാലാവസ്ഥയുമുണ്ട്, സ്ഥൂല കാലാവസ്ഥയുമുണ്ട്. സ്ഥൂല കാലാവസ്ഥയെ നമുക്ക് ചിലപ്പോൾ നിയന്ത്രിക്കാനാവില്ല. മഴക്കാലത്തെ നമുക്ക് നിയന്ത്രിക്കാനാവില്ല, ചിലപ്പോൾ നമ്മുടെ നിയന്ത്രണങ്ങൾക്ക് അപ്പുറമായിരിക്കാം. വേനലിനെ നമുക്ക് നിയന്ത്രിക്കാനാവില്ല. പക്ഷേ സൂക്ഷ്മ കാലാവസ്ഥയെ നമുക്ക് പലപ്പോഴും നിയന്ത്രിക്കാം. മരം വെച്ച് പിടിപ്പിച്ചും മരങ്ങൾ വെട്ടാതിരുന്നൊക്കെ നമുക്ക് സൂക്ഷിക്കാം. 1 ഹെക്ടർ കാടുണ്ടെങ്കിൽ 30,000 ഘന കിലോമീറ്റർ വെള്ളത്തെ പിടിച്ചു നിർത്തും. 1 ഹെക്ടർ വയലുണ്ടെങ്കിൽ 3 ലക്ഷം ലിറ്റർ വെള്ളത്തെ പിടിച്ചു നിർത്തും 9 മാസക്കാലം. മലയുണ്ടെങ്കിൽ ധാരാളം വെള്ളം പിടിച്ചു നിർത്തും, കോടാനുകോടി ലിറ്റർ വെള്ളം പിടിച്ചു നിർത്തും. ഏറ്റവും കൂടുതൽ മഴയെ സംരക്ഷിക്കുന്നത് മണ്ണാണ്. മണ്ണിൽ കടക്കുന്ന ഓരോ മൺതരിയും കോടിക്കണക്കിന് ലിറ്റർ വെള്ളത്തെ കടത്തി വയ്ക്കും, സൂക്ഷിച്ചു വെക്കും മഴക്കാലത്ത്. അപ്പോൾ കടൽ കണ്ടിട്ടുള്ള എത്ര പേരുണ്ട് ഇവിടെ? കടൽ കണ്ടിട്ടുള്ളവരായിരിക്കും ഭൂരിപക്ഷം. കണ്ടിട്ടില്ലാത്തവർ ആരെങ്കിലും ഉണ്ടോ? കടലിലെ വെള്ളം കണ്ടിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ, ഇല്ല. കടലിലെ വെള്ളം ഭൂമിയുടെ മുകളിലൂടെ കയറി കരയിലേക്ക് അടിക്കാറുണ്ട്, ഇല്ലേ? തിരമാലകളുടെ രൂപത്തിൽ അടിക്കാറുണ്ട്, സുനാമിയുടെ രൂപത്തിലൊക്കെ വരാറുണ്ട്. എൻ്റെ ചോദ്യം അതല്ല. നിങ്ങൾ കടൽ കാണാൻ പോകുമ്പോൾ കടലിൻ്റെ അടിവശത്ത്, കരയുടെ അടിവശത്ത്, കടലിൻ്റെ അല്ല കരയുടെ അടിവശത്ത് എന്തേ കടലിനോളം നിരപ്പ് കിടന്നാലും എന്തേ കരയിലോട്ട് വെള്ളം കയറാത്തത്? എന്താ കയറാത്തത്? എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ?
അവിടെ പോയി കപ്പലിന് വാങ്ങിച്ച് തിന്നുക, അടിയുണ്ടാക്കുക, ഫോട്ടോ എടുക്കുക, അമ്മയായിട്ട് അച്ഛനായിട്ട് അടിയുണ്ടാക്കുക, വഴക്കുണ്ടാക്കുക, അല്ലേ? അങ്ങനെ വരാനല്ല. നിങ്ങൾ കടലിനോട് സംസാരിച്ച് നോക്കണം. നല്ല രസമാണ്. മരത്തിനോട് സംസാരിച്ച കഥ ഞാൻ പറയാം, സമയം അനുവദിക്കില്ല. അപ്പോൾ കടലിലെ വെള്ളം ഭൂമിയുടെ മുകളിലേക്ക് ഇവിടെ കയറുന്നത് പോലെ ഭൂമിക്ക് അടിയിലൂടെ ഒരേ നിരപ്പിൽ കിടന്നിട്ട് പോലും ഭൂമിക്ക് അടിയിലോട്ട് കയറാത്തത് കരയിൽ ആരോ നിന്നിട്ട് എന്ത് ചെയ്യുന്നു? കടലിലെ വെള്ളത്തെ തടസ്സപ്പെടുത്തുന്നു. കയറരുത്. കടലിലെ വെള്ളം എന്താണ്? ഉപ്പ് വെള്ളമാണ്. ഉപ്പ് വെള്ളം കരയിലോട്ട് കയറരുത് എന്ന് പറഞ്ഞ് കരയിൽ ഭൂമിക്കടിയിൽ നിന്ന് തടസ്സപ്പെടുത്തുന്നത് ആരാ? തടസ്സപ്പെടുത്തുന്നേ? മണ്ണല്ല. മണ്ണാണേ കടന്നൂടെ വെള്ളത്തിന്? മണ്ണിലൂടെ കടന്നു പോകാമല്ലോ. മരങ്ങളില്ലല്ലോ. കടൽ തീരത്ത് വളരെ കുറവല്ലേ? പാറയല്ലല്ലോ. ഭൂമിയുടെ ഒന്ന് ചിന്തിച്ച് പറയണം. ഞാൻ പറയുന്നത് നിങ്ങൾ ലോജിക്കലായി ചിന്തിച്ച് പറയണം. കടലിലെ വെള്ളം എൻ്റെ കരയിലോട്ട് കയറാതെ വെച്ചാൽ എന്തുകൊണ്ട് കയറുന്നില്ല? ഭൂമി എവിടെയാ ഉദിക്കുന്നത്? സൂര്യൻ എവിടെയാ ഉദിക്കുന്നേ? കടലിലോ ഉദിക്കുന്നത്? ഈസ്റ്റിൽ. എവിടെയാ അസ്തമിക്കുന്നേ? വെസ്റ്റിൽ. പിറ്റേ ദിവസം എവിടെയാ ഉദിക്കുന്നേ? ഈസ്റ്റിൽ. അപ്പൊ എപ്പോഴാ തിരിച്ചു പോണേ? രാത്രി പോണല്ലോ. ഒരാൾ ഇവിടെ നിന്ന് പാപ്പനംകോട്ട് നിന്ന് തിരുവനന്തപുരത്ത് പോയി, ഈ കോളേജിൽ നിന്ന് ഈസ്റ്റ് കോട്ടി പോയി രാവിലെ, വൈകുന്നേരത്ത് ഈസ്റ്റ് കോട്ടി എത്തിയെന്ന് വിചാരിക്കും, അല്ലെ കോട്ടയത്ത് എത്തി. തിരിച്ച് പിറ്റേ ദിവസം രാവിലെ ഇവിടെ ക്ലാസ്സിൽ പറഞ്ഞാൽ തിരിച്ചു വരണ്ടേ? രാത്രി തിരിച്ചു വരണ്ടേ? അപ്പോൾ രാവിലെ കിഴക്കുദിക്കുന്നു, പടിഞ്ഞാറ് അസ്തമിക്കുന്നു. പിറ്റേ ദിവസം കിഴക്കുദിക്കണമെങ്കിൽ ഇങ്ങനെ തിരിച്ചു പോണ്ടേ? എപ്പോൾ പോകുന്നു? രാത്രി എന്ന്. അപ്പം നിങ്ങൾ നല്ല മിടുക്കരാണ് കേട്ടോ. സന്ധ്യയ്ക്കൊന്നും രാത്രി ആവൂല, കുറച്ച് സന്ധ്യ ആകുമ്പോൾ ആശാൻ തിരിച്ചു പോകുന്നു. അപ്പോൾ ഭൂമി സൂര്യനെ, മുകളിൽ നിന്ന് സൂര്യൻ ഉദിച്ച് ഇവൻ നല്ല പ്രകാശം ഭൂമിക്ക് കൊടുത്ത്, അൾട്രാവയലറ്റ് രശ്മികൾ പോലുള്ള എല്ലാ സാധനവും ഭൂമിക്ക് കൊടുത്ത്, ഇത് ഏറ്റെടുക്കാതെ ഇവിടെ മരങ്ങളുണ്ട്, അതൊക്കെ തടസ്സപ്പെടുത്താൻ. ഓസോണൊക്കെ ഉണ്ട് അന്തരീക്ഷത്തിൽ, ഇതൊക്കെയാണ് തടസ്സപ്പെടുത്തുന്നത്. അതെല്ലാം കഴിഞ്ഞ് ഇദ്ദേഹം ചൂടുമെല്ലാം കൊടുത്തിട്ട് ടോർച്ച് ലൈറ്റ് പോകുമ്പോൾ, അടിച്ചു പോകുമ്പോൾ എവിടെ പോകും? പടിഞ്ഞാറോട്ട് പോകും. പടിഞ്ഞാറ് ചെല്ലുമ്പോൾ ടോർച്ച് ലൈറ്റ് ഓഫ് ചെയ്ത് വെക്കുമ്പോൾ ചൂടും പ്രകാശവും എല്ലാം ഓഫ് ചെയ്ത് വെച്ച് മര്യാദക്കാരനായിട്ട് രാത്രി എവിടെ പോകും? തിരിച്ച് കിഴക്ക് പോകും. വീണ്ടും കയറും, മലയെ കയറും, ഉദിക്കും, നടക്കും, തിരിച്ചു വരും, കടലിലിറങ്ങും, കുളിക്കും, രാത്രി പോകും. അങ്ങനെയാണ്. പിന്നെ പിന്നെ ഇത് എപ്പോഴാ തിരിച്ചു പോണേ? 2 വർഷം കൊണ്ട് തിരിച്ചു പോകുന്നു. ഞാൻ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. സൂര്യനല്ല സഞ്ചരിക്കുന്നത്, ഭൂമി സഞ്ചരിക്കുന്നത് കൊണ്ട് സൂര്യന്റെ സൈഡിൽ വരുമ്പോൾ നമുക്ക് അവിടെ എന്ത് ഫീൽ ചെയ്യുന്നു? പകലും അല്ലാത്ത സ്ഥലത്തോ രാത്രി. അപ്പൊ ലോകത്തെല്ലായിടത്തും എന്തല്ല? ഒരേ സമയം പകലുമല്ല, ഒരേ സമയം ഇവിടെ പകലായിരിക്കുമ്പോൾ വേറെ കുറെ രാജ്യങ്ങളിൽ രാത്രി, അവിടെ രാത്രി ആയിരിക്കുമ്പോൾ ഇവിടെ. ഇതെല്ലാം സഞ്ചാരത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്നതാണ്, ചലനത്തിന്റെയും കൂടി ഭാഗമായിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞതിന് ഉത്തരം പറഞ്ഞില്ല. കരയിലോട്ട് കയറാത്ത എന്തേ? കടലിലെ വെള്ളം. ആരാ തടസ്സപ്പെടുത്തുന്നേ? റൂട്ടല്ല, വേരല്ല, പാറയല്ല, മണ്ണല്ല. ആരാ തടസ്സപ്പെടുത്തുന്നേ? സൂര്യനോ? മണ്ണിന്റെ അടിയിലൊരാളാണ് തടസ്സപ്പെടുന്നത്. അടിയിൽ കൂടെയല്ലേ കയറണ്ടേ? മീനോ? എടോ, കടലിൽ കിടക്കുന്ന കോടിക്കണക്കിന് ഉപ്പുവെള്ളം, ലിറ്റർ ഉപ്പുവെള്ളം കരയിലോട്ട് കയറാൻ ശ്രമിക്കുമ്പോൾ, ഭൂമിക്കടിയിലോട്ട് കയറാൻ ശ്രമിക്കുമ്പോൾ കയറാതെ ഭൂമിക്കടിയിൽ നിന്ന് പട്ടാളക്കാരെ പോലെ ഇങ്ങനെ തടയുന്നതായിരുന്നു ചോദിച്ചപ്പം മീനെന്ന്. ഉടനെ വേറെ ആളും മണ്ണെന്ന്. തീയോ? ഉപ്പുവെള്ളോ? യെസ്. ഞാൻ നിങ്ങളെ ഒന്നും പറയുന്നില്ല. കരയിൽ ഒരുപാട് ശുദ്ധജലമുണ്ട്, ഭൂഗർഭജലമുണ്ട്. ഈ ഭൂമിയുടെ അടിയിൽ പോകുന്ന വെള്ളമാണ് ഭൂഗർഭജലമായി കിടന്ന് കടലിലെ വെള്ളത്തെ എന്ത് ചെയ്യുന്നത്? തടസ്സപ്പെടുത്തുകയും കൂടി ചെയ്യുന്നത്. ഇനി വെള്ളമുണ്ടാകുന്ന കഥ തന്നെ നല്ല രസമാണ്. കടലിലെ വെള്ളം നീരാവിയായി മേൽപോട്ട് പോയി മേഘങ്ങളാൽ തടയപ്പെട്ട്, കാട്ടിലും മേട്ടിലും പുഴയിൽ മേഘങ്ങളാൽ തടയപ്പെട്ട് എന്താവും? അത് മഴയായി പെയ്ത് കാട്ടിലും മേട്ടിലും പുഴകളിലെല്ലാം ഒഴുകി അധിക ജലം എവിടെ പോവും? വീണ്ടും കടലിൽ പോകുന്നതിന് പറയുന്ന പേരാണ് ജലചക്രം, വാട്ടർ സൈക്കിൾ. വർഷമേഘങ്ങൾ തൻ ഉടലുടഞ്ഞ് ഭൂമി തൻ ദാഹമകറ്റാൻ പുണ്യമായി പെയ്തെത്തുന്ന മഴ എല്ലാ വർഷവും കൃത്യമായി പെയ്തെത്തണം. മഴയില്ലെങ്കിൽ എന്തില്ല? ഭൂമിയില്ല, പ്രപഞ്ചമില്ല, ഭൂമിയിൽ വെള്ളമില്ല. അപ്പൊ മഴയാണ് പ്രധാന സ്രോതസ്. കിണറും ഭൂഗർഭയിലൊന്നുമല്ല. എല്ലായിടത്തേക്കും വെള്ളം കൊടുക്കുന്ന ആളാരാണ്? മഴയാണ്. അതിങ്ങനെ പൊക്കോണ്ടിരിക്കണം. അപ്പൊ ജലചക്രം ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കണം. കടലിലെ വെള്ളം നീരാവിയായി മേൽപോട്ട് പോയി താഴോട്ട് ഇങ്ങനെ വരണം, മഴയായി വരണം, വീണ്ടും പോകണം. അപ്പൊ മഴക്കാലം ആവശ്യമുണ്ട്, വേനൽക്കാലം ആവശ്യമുണ്ട്, വരൾച്ച ആവശ്യമുണ്ട്. മണ്ണിലടങ്ങിയിരിക്കുന്ന ലവണങ്ങളെയൊക്കെ വിഘടിപ്പിച്ച് അന്തരീക്ഷത്തിലേക്ക് കൊടുക്കാൻ ചൂട് ആവശ്യമുണ്ട്. അപ്പം വേനൽക്കാലം ആവശ്യമുണ്ട്. അപ്പൊ തിരിച്ചു ചിന്തിക്കാം, ഞാൻ സമയം എടുക്കുന്നില്ല.
തിരിച്ചു ചിന്തിക്കാം. അപ്പൊ മഴക്കാലമില്ലാത്തതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കരുത്, മഴ ആവശ്യമുണ്ട്. വേനൽക്കാലമില്ലാത്തതിനെ കുറിച്ച് ചിന്തിക്കരുത്, വേനൽക്കാലം ആവശ്യമുണ്ട്. പ്രകൃതിയുടെ ഈ പ്രതിഭാസങ്ങളൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. ഞാനൊരു ചോദ്യം കൂടെ ചോദിച്ചോട്ടെ. സുനാമി നിങ്ങൾ കേട്ടിട്ടെങ്കിലും ഉണ്ട്, കണ്ടിട്ടില്ലെങ്കിലും, നേരിട്ട് കണ്ടിട്ടില്ല, ചിലരെങ്കിലും കുറച്ച് വർഷം മുമ്പ് ഇവിടെ വന്നപ്പോൾ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ട്. സുനാമി ഇല്ലാത്ത ലോകമുണ്ടോ? ഭൂമിയുണ്ടോ? ഇപ്പൊ ഭൂമിയിൽ സുനാമി ഉണ്ടാവുന്നുണ്ടോ? ഇപ്പൊ ഞാനീ സംസാരിക്കുമ്പോ ഇല്ലെന്നോ ഉണ്ടെന്നോ? ഭൂമിയിലാണ്, കേരളത്തിലല്ല, ഭൂമിയിൽ സുനാമി. ഞാനീ സംസാരിക്കുമ്പോഴും ഞാൻ സംസാരിക്കാത്തപ്പോഴും നമ്മൾ ഉറങ്ങുമ്പോഴും ഒക്കെ ഭൂമിയിൽ ഭൂകമ്പം ഉണ്ടാവുന്നു, സുനാമി ഉണ്ടാവുന്നു, അഗ്നിപർവ്വത സ്ഫോടനം ഉണ്ടാവുന്നു, എല്ലാം ഉണ്ടാവുന്നു. പക്ഷെ ഇതൊന്നും വലിയ വാർത്തയാവാത്ത എന്തുകൊണ്ടാണ്? സുനാമി ഉണ്ടാകുന്നത് ആഴക്കടലിലാണ്, മനുഷ്യവാസമുള്ളിടത്തല്ല. മനുഷ്യർക്കൊന്നും സംഭവിക്കുന്നില്ല, ഒരു രാജ്യത്തെ ആളുകൾക്കൊന്നും സംഭവിക്കുന്നില്ല, ആഴക്കടലിലാണ്. ഭൂകമ്പം ഉണ്ടാവുന്നത് മനുഷ്യവാസമില്ലാത്ത സ്ഥലങ്ങളിലാണ്. അപ്പോൾ ഭൂകമ്പമില്ലാത്ത, സുനാമി ഇല്ലാത്ത രാജ്യത്തെക്കുറിച്ച്, ലോകത്തെക്കുറിച്ച്, ഭൂമിയെക്കുറിച്ച് ചിന്തിക്കരുത്. ഇതിങ്ങനെ ചക്രം, ഇങ്ങനെ ചലനമാണ് വളരെ പ്രധാനം. അപ്പോൾ ഈ ഭൂമി ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായി ഒരുപാട് ഭൂഗർഭത്തിലും ഭൂമിക്കുള്ളിലും പുറത്തുമൊക്കെ ഒരുപാട് ചലനമുണ്ട്. ഇതില്ലാത്ത ഭൂമിയെക്കുറിച്ചൊന്നും ചിന്തിക്കരുത്. ഈ ചലനമില്ലെങ്കിൽ ആരില്ല? ഭൂമിയില്ല. വായു എന്ത് ചെയ്തിരിക്കണം? ചൂടുള്ള വായു വികസിക്കണം, തണുത്ത വായു ഉള്ള സ്ഥലത്തേക്ക് സഞ്ചരിക്കണം. അതാണ് കാറ്റ്, അതുണ്ടാവണം. സൂര്യൻ വരണം, സൂര്യപ്രകാശം വരണം. സൂര്യപ്രകാശം വരുമ്പോൾ സൂര്യപ്രകാശത്തിൽ നിന്ന് വരുന്ന അൾട്രാവയലറ്റ് രശ്മികൾ അടക്കമുള്ള മനുഷ്യന് അപകടകാരിയായ വസ്തുക്കൾ എവിടെ വരാൻ പാടില്ല? ഭൂമിയിൽ വരാൻ പാടില്ല. അതിനെ ഓസോൺ ലെയർ പിടിക്കും. അപ്പോൾ ഓസോൺ ലെയർ ആവശ്യമുണ്ട്, ഓസോൺ ലെയർ ആവശ്യമുണ്ട്. നിങ്ങൾ വളരെ രസമല്ലേ ഭൂമി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അല്ലേ ഘടന. ഞാനൊരു പണ്ട് കാലം മുതൽ, ഈ കുട്ടിക്കാലത്ത് പഠിക്കുന്ന കാലം മുതൽ ഈ ക്ലാസ്സുകളും പരിപാടികളായിട്ടൊക്കെ പോകുമായിരുന്നു. ഒരുപാട് പ്രഭാഷണങ്ങൾക്കും ചർച്ചകൾക്കും ക്ലാസ്സുകൾക്കും പോയിട്ടുണ്ട്. അപ്പോൾ ഒരു സ്ഥലത്ത് ഒരു കോളേജിൽ ഇതുപോലെ ക്ലാസ്സിന് ചെല്ലുമ്പോൾ, NSSന്റെ നാഷണൽ സർവീസ് സ്കീമിൻ്റെ ക്ലാസ്സിന് ചെന്നപ്പോൾ അവർ ക്യാമ്പാണ്, കുട്ടികളെല്ലാം പറമ്പ് വൃത്തിയാക്കി തീയിടുകയാണ്, ചപ്പുചവറുകൾ വാരി. നിങ്ങളും ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പലപ്പോഴും ഈ ചപ്പുചവറെല്ലാം വാരി എന്ത് ചെയ്യും? തീയിടും. അപ്പോൾ പോകുന്ന പോക്കിൽ ഞാൻ മരത്തെക്കുറിച്ചുള്ള ക്ലാസ് എല്ലാം എടുത്തു കഴിഞ്ഞ് വന്നപ്പോൾ, തിരിച്ചു വന്നപ്പോൾ ഒരു മരം പറഞ്ഞു എന്ന് ഞാൻ രാത്രി സ്വപ്നം കണ്ടു. മരം പറഞ്ഞതല്ല, മരം പറഞ്ഞതായി. എന്താ കാര്യം? ഹേ മനുഷ്യ, നീ ഇപ്പോൾ ഒരുപാട് പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ചൊക്കെ വർത്തമാനം പറഞ്ഞല്ലോ. ഒരു കാര്യം തിരിച്ചറിഞ്ഞോളൂ. ഞാൻ എന്തിനാണ് എൻ്റെ ഇല പൊഴിക്കുന്നത്? മരം എന്തിനാ ഇല പൊഴിക്കുന്നത്? മരം എന്തിനാ ഇല പൊഴിക്കുന്നത്? പുതിയ ഇല വരാൻ. അപ്പം നമുക്ക് പുതിയ തലമുടി വരാൻ തലമുടി പൊഴിക്കും. പുതിയ നഖം വരാൻ വേണ്ടി നഖം വലിച്ചു പൊഴിക്കും. പുതിയ കൈ വരാൻ വേണ്ടി കൈ വലിച്ചോടിക്കും. എന്താ പറയുന്നേ? എന്താ മോളെ പറയുന്നേ? തൻ്റെ ശരീരത്തിലെ ചില്ലകൾ, തൻ്റെ ശരീരത്തിലെ കൊമ്പുകൾ, തൻ്റെ ഇല, കായ്കനികളൊക്കെ വളരെ വേദനയോടെ അല്ലാതെ നമ്മുടെ ശരീരത്തിലെ ഏതെങ്കിലും ഭാഗം, തൊലിയോ കണ്ണോ കാതോ അല്ലെങ്കിൽ നഖമോ തലമുടി ഏതെങ്കിലും ഭാഗം കുറഞ്ഞു പോവുകയോ പൊഴിഞ്ഞു പോവുകയോ ചെയ്താൽ നമുക്ക് സങ്കടമാണ് വരിക, അല്ല സന്തോഷമല്ല. അല്ലേ? സങ്കടമല്ലേ വരുന്നേ? ആണോ അല്ലയോ? ആണല്ലോ. അപ്പോൾ എനിക്ക് തലമുടി കുറവാണ്, കഷണ്ടിയാണ്, എനിക്ക് എന്തുണ്ട്? തലമുടി ഉള്ളവരെ കാണുമ്പോൾ അസൂയൊന്നുമില്ല, അത് നിങ്ങളുടെ സ്വഭാവമാണ്. എനിക്കും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ആഗ്രഹമുണ്ട്, അസൂയൊന്നുമില്ല, ആഗ്രഹമുണ്ട്. ഇവിടെ സംഭവിച്ചത്, അപ്പൊ സ്വാഭാവികമായിട്ട് മരങ്ങൾക്ക് പൊഴിക്കുകയാണെങ്കിൽ അതിന് സങ്കടം ഉണ്ടാവുമല്ലോ, ജീവനുള്ളതല്ലേ. എന്നാലും സങ്കടപ്പെട്ടിട്ടും അത് പൊഴിക്കുന്നു. എന്തിനീ ശിശിരത്തിൽ ഇല പൊഴിക്കുന്നു? എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ടീച്ചർമാരോട് സാറന്മാരോട് സംസാരിക്കുമ്പോൾ ഈ മരങ്ങളോട് സംസാരിക്കണം. നിങ്ങൾ സ്ഥിരമായി മരങ്ങളോട് സംസാരിച്ചാൽ മരങ്ങൾ നിങ്ങളോട് സംസാരിക്കും. അനുഭവം ഗുരു. ഞാൻ എൻ്റെ വീട്ടിലെ ചെടിയോട് സംസാരിക്കും. തീർച്ചയായും ഞാൻ ഓഫീസിലേക്ക് കോളേജിൽ പഠിക്കാൻ പോകുമ്പോൾ ചെടി എന്നോട് ടാറ്റ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ടാറ്റ പറയുമ്പോൾ ഇലകൾ താഴ്ത്തിയിട്ടുണ്ട്. അനുഭവമാണ്, എൻ്റെ അനുഭവമാണ് പറഞ്ഞത്. അതുകൊണ്ടായിരിക്കും ഭാവിയിൽ വളർന്നു വന്നപ്പോൾ ഇതിൻ്റെ ഡയറക്ടറാവുകയും ഇങ്ങനെ ക്ലാസ് എടുക്കാനൊക്കെ ജീവിതത്തിൽ അവസരം കിട്ടിയത്. ആ മരം പറഞ്ഞ കഥ, ഞാൻ ഇല പൊഴിക്കുന്നത്, ഞങ്ങൾ ഇല പൊഴിക്കുന്നത്, ഇത് കഴിഞ്ഞാൽ, ഞങ്ങളുടെ ഈ കാലം കഴിഞ്ഞാൽ വരാനിരിക്കുന്നത് വേനൽക്കാലമാണ്. വേനൽക്കാലം വരുമ്പോൾ ഞങ്ങൾക്ക് ഇതുപോലെ ഒരുപാട് വെള്ളം കിട്ടത്തില്ല. അപ്പോൾ ഒരുപാട് വെള്ളം കിട്ടാത്തത് കൊണ്ട് തന്നെ ആ കാലത്തെ കടത്തിവിടാൻ, കഷ്ടകാലത്തെ കടത്തിവിടാൻ വേണ്ടി നേരത്തെ ശേഖരിച്ച വെള്ളം നമുക്ക് സംരക്ഷിക്കാൻ വേണ്ടിയും കുറച്ച് വെള്ളത്തിന് വേണ്ടിയും കുറേ കായ്കനികളും ഇലകളും ഞാൻ പൊഴിക്കുന്നു.
ഇങ്ങനെ പൊഴിക്കുന്ന കായ്കനികൾ ഇലകളും മരത്തിന് ചുറ്റും കിടക്കുന്നു. നമ്മൾ വലിച്ചുവാരി തീയിടരുത്. ഏറ്റവും വലിയ പ്രകൃതി വിരുദ്ധമാണ്, പരിസ്ഥിതി വിരുദ്ധമാണ്. തീയിടരുത്. അങ്ങനെ വാരിയിടുമ്പോൾ എന്താ സംഭവിക്കുക? ബാഷ്പീകരണത്തിന്റെ തോത് കുറയും. നേരത്തെ കിട്ടിയ വെള്ളം ഭൂമിക്കടിയിൽ കാണും, മണ്ണിൽ കാണും. അങ്ങനെ കുറച്ചു കാലം കഴിയുമ്പോൾ, വേനൽക്കാലം കഴിയുമ്പോൾ ഇത് പൊടിഞ്ഞു കിടക്കും. വേനൽക്കാലത്തെ കംപ്ലീറ്റ് വെയിലിനെ പ്രതിരോധിച്ച് വേരിന് സംരക്ഷണം തരും. എൻ്റെ ചെടിയാകുന്ന മരമാകുന്ന എൻ്റെ വേരിന് സംരക്ഷണം തരും. അങ്ങനെ സംരക്ഷണം തന്ന് കുറച്ച് പൊടിഞ്ഞു കിടക്കുമ്പോഴാണ് മഴ വരുന്നത്. ഈ പൊടിഞ്ഞു കിടക്കുന്ന മണ്ണ്, ഈ ചപ്പുചവറുകളും മണ്ണുമായി ചേർന്നൊരു കുഴമ്പിന്റെ രൂപത്തിലാകും. ഞാൻ പടം വരയ്ക്കുന്നില്ല. കുഴമ്പിന്റെ രൂപത്തിലാകുമ്പോൾ കട്ടകളാകും. കാട്ടിൽ പോയാൽ കാണാം. നിങ്ങൾ ഈ വർഷം ഏതെങ്കിലും ഒരു മരത്തിന്റെ മൂട്ടിൽ നിങ്ങൾ പരത്തിയിട്ടതിന് ശേഷം, പ്ലാസ്റ്റിക് പേപ്പറൊന്നും ഇടാതെ ബാക്കി ഇലകളല്ലാതെ പരത്തിയിട്ടതിന് ശേഷം കുറച്ച് കാലം കഴിഞ്ഞ് നിങ്ങൾ നോക്കണം, മണ്ണ് ഉരുണ്ട് കിടക്കും. ആ മണ്ണെടുത്ത് പൊടിച്ചാൽ അതിനകത്ത് പശയും കാണും. ഈ പശ എന്ന് പറയുന്നത് നാം ഇട്ടിരുന്ന ആ പൊഴിച്ചിരുന്ന ഇലകളാണ്. ഈ പശയും കാണുന്ന മണ്ണിൽ വീണ്ടും മഴ പെയ്യും. മഴ പെയ്യുമ്പോൾ മൺകട്ടകൾക്കിടയിൽ വെള്ളം നിറയും, മണ്ണിൽ മഴ നിറയും. വീണ്ടും മഴ പെയ്യും, മഴ ശക്തമാകും, വെള്ളം മൊത്തം നിറയും. മഴ കുറയും, കുറെ വെള്ളം ആവിയായി പോകും, ബാഷ്പീകരിച്ചു പോകും. കുറച്ച് ഭൂമിക്കടിയിൽ പോകും, കുറച്ച് ഒഴുകിപ്പോകും, കുറച്ച് നമ്മൾ ഒഴുകിക്കളയും. എന്നാലും ഈ മൺകട്ടകളിൽ എന്ത് കാണും? മണ്ണ് കാണും. മൺകട്ടകളിൽ മണ്ണ് കാണുമ്പോൾ വീണ്ടും ചൂടുള്ള വായു വരുന്നു. എന്ത് രസമാണ് ഭൂമിയെക്കുറിച്ച് പഠിച്ചാൽ. വീണ്ടും ചൂടുള്ള വായു വരുന്നു, സൂര്യന്റെ ചൂട് ഏൽക്കുന്നു. ഈ മൺകട്ടകൾക്കിടയിൽ കൂടി സൂര്യപ്രകാശം കിടക്കുന്നു, ചൂടുള്ള വായു കിടക്കുന്നു, കട്ടകൾ പൊടിയും. അങ്ങനെ മൺകട്ടകൾ പൊടിഞ്ഞ് അവിടെയെല്ലാം വെള്ളം കിട്ടും. അപ്പോൾ വേനൽക്കാലത്തേക്ക് വെള്ളം കരുതി വെക്കാനുള്ള മൺകട്ടകളാക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കുന്നതിന് വേണ്ടിയും, മഴക്കാലത്ത് ഒരുപാട് വെള്ളം കരുതി വെക്കുന്നതിന് വേണ്ടിയും, വേനൽക്കാലത്ത് വെള്ളം കുറച്ച് ഉപയോഗിക്കുന്നതിന് വേണ്ടിയും, ഒരു അച്ചടക്കം പഠിക്കുന്നതിന് വേണ്ടിയും ഒക്കെയാണ് ഞാൻ ഇലവൊഴിക്കുന്നത്. ഹേ മനുഷ്യ, നീ ശുചീകരണത്തിന്റെ പേരിൽ, നീ വൃത്തിയാക്കലിന്റെ പേരിൽ നീയും നിന്റെ ചെറുമക്കളും, ക്ലാസ് എടുക്കുന്ന നീയും ക്ലാസ് കേൾക്കുന്ന നിന്റെ ശിക്ഷകണങ്ങളും എല്ലാം ഞങ്ങളെ ഉപദ്രവിക്കുന്നു. അരുത്, ചെയ്യരുത്. മണ്ണിൽ ലയിക്കുന്ന ഒരു സാധനത്തെയും നിങ്ങൾ വലിച്ചെറിയരുത്. മണ്ണിൽ ലയിച്ചിരിക്കുന്ന സാധനങ്ങൾ മണ്ണിൽ ചേർക്കാൻ പഠിക്കണം, പുതയിടാൻ പഠിക്കണം. പുതപ്പ് പോലെ മണ്ണിനെ പുതപ്പിക്കണം. കോടാനുകോടി ലിറ്റർ വെള്ളം കരുതി വെക്കാനുള്ള മണ്ണിന്റെ കഴിവിനെ വർദ്ധിപ്പിക്കണം. പ്ലാസ്റ്റിക് നിങ്ങൾ വലിച്ചെറിയരുത്. തിരിച്ചു ചിന്തിച്ചോളൂ, മണ്ണിനെ അങ്ങനെ ചൂടാക്കരുത്. അപ്പൊ തിരിച്ച് നമ്മുടെ ചിന്തകളൊന്ന് തിരിക്കണം. അപ്പൊ വെള്ളമില്ലാതെ നമുക്ക് ജീവിതമില്ല. കൃത്യമായി വെള്ളം ആവശ്യമുണ്ട്. കുടിക്കാൻ, കുളിക്കാൻ, പാചകത്തിന്, കൃഷി ആവശ്യത്തിന്, ഞാൻ പറഞ്ഞതുപോലെ കടലിലെ വെള്ളം കരയിലേക്ക് കയറാതിരിക്കാനുള്ള ഭൂഗർഭജലം, നദിയിലൂടെ ഒഴുകാനുള്ള ഭൂഗർഭജലം, നദിയിലൂടെ ഒഴുകാനുള്ള വെള്ളം, ഇതെല്ലാം ആവശ്യമുണ്ട്. മണ്ണ് ആവശ്യമുണ്ട്, വായു ആവശ്യമുണ്ട്. ഒരുപാട് മലിനീകരണം നടത്തുന്നു മനുഷ്യർ ഇടപെടുമ്പോൾ. വ്യവസായ രാജ്യങ്ങളിൽ വ്യവസായത്തിന്റെ മലിനീകരണം, കൃഷി ചെയ്യുമ്പോൾ കീടനാശിനി ഉപയോഗിച്ചാൽ കീടനാശിനിയുടെ മലിനീകരണം മണ്ണിനും വെള്ളത്തിനും. 32ഓളം കീടനാശിനി നമ്മൾ ഉപയോഗിക്കുകയാണ്, DDT അടക്കം. പണ്ടൊരു പഠനം വന്നിരുന്നു. ഒരു കുഞ്ഞിനെ പരിശോധിച്ചപ്പോൾ കുഞ്ഞിന്റെ രക്തത്തിൽ DDT കലർന്നിരിക്കുന്നു. അത് പരിശോധിച്ചപ്പോൾ കുഞ്ഞ് മുലപ്പാൽ കുടിച്ചത് കൊണ്ടാണ്. അപ്പോൾ മുലപ്പാൽ കുടിച്ചപ്പോൾ അമ്മയെ പരിശോധിച്ചു. അമ്മയുടെ രക്തത്തിലും എന്താ അടങ്ങിയിരിക്കുന്നു? DDTയുടെ അംശമുണ്ട്. അമ്മയുടെ രക്തം DDT എവിടെ നോക്കിയപ്പോൾ വീട്ടിൽ പശുവിൻ പാലാണ് അമ്മ കുടിക്കുന്നത്. വീട്ടിൽ പശുവുണ്ട്. പശുവിന്റെ രക്തം പരിശോധിച്ചപ്പോഴും എന്തുണ്ട്? DDT ഉണ്ട്. ഇനി പശുവിനെ പരിശോധിച്ച് DDT ഉള്ളപ്പോൾ ഈ DDT എവിടെ നിന്നാണെന്ന് നോക്കാൻ വേണ്ടി അന്വേഷിച്ച് ചെന്നപ്പോഴാണ് വീട്ടിൽ സ്ഥിരമായി പശുവിന് കൊടുക്കുന്ന പുല്ലിൽ ഉറുമ്പ് വരുന്നത് കൊണ്ട് അമ്മ DDT അടിക്കാറുണ്ട് ഉറുമ്പിനെ കൊല്ലാൻ. അപ്പൊ DDT അടിച്ച് DDT ഉള്ള പുല്ലാണ് ആര് കഴിച്ചത്? പശു. ആ പശുവിന്റെ പാലാണ് ആര് കുടിച്ചത്? ആ അമ്മയുടെ പാലാണ് ആര് കുടിച്ചത്? കുഞ്ഞ് കുടിച്ചത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 3 തലമുറ കഴിഞ്ഞാണ്, 3 ഭാഗം കഴിഞ്ഞിട്ടും DDT എന്ത് ചെയ്യുന്നില്ല? ഡിസോൾവ് ചെയ്യുന്നില്ല, ഇല്ലാതാവുന്നില്ല. അമേരിക്കയിൽ റിച്ചൻ കഴ്സൽ നിശബ്ദ വസന്തം, സൈലന്റ് സ്പ്രിംഗ് എന്നൊരു പുസ്തകം എഴുതി. ഇവിടെ കിളികൾ പാടുന്നില്ല, കുരുവികൾ വരുന്നില്ല, കിളികൾ പാടുന്നില്ല, സംഗീതമില്ല എന്ന് പറഞ്ഞപ്പോൾ അതിന് കാരണമായി അവർ ചൂണ്ടിക്കാണിച്ചത് ഇത്തരത്തിലുള്ള DDT അടക്കമുള്ള കീടനാശിനി ഉപയോഗമാണെന്ന് പറഞ്ഞപ്പോൾ DDT നിരോധിച്ചു വർഷങ്ങൾക്ക് മുമ്പ്. പക്ഷെ നമ്മുടെ രാജ്യത്ത് DDT ഉപയോഗിക്കുന്നു, എൻഡോസൾഫാൻ ഉപയോഗിക്കുന്നു, ഒരുപാട് വസ്തുക്കൾ ഉപയോഗിക്കുന്നു. ഇതെല്ലാം മണ്ണിനെ ചീത്തയാക്കുന്നു,
വെള്ളത്തെ ചീത്തയാക്കുന്നു, വായുവിനെ ചീത്തയാക്കുന്നു. അപ്പൊ കൃഷിയുടെ കാര്യങ്ങൾ ഇവിടെ നിങ്ങളുടെ പ്രിൻസിപ്പൽ സാർ അടക്കം സൂചിപ്പിച്ചല്ലോ, നമ്മുടെ സാർ സൂചിപ്പിച്ചല്ലോ, മാലിന്യങ്ങൾ നമ്മൾ വലിച്ചെറിയുന്നു. ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് വട കഴിക്കാത്ത ആരെങ്കിലും ഉണ്ടോ ഇവിടെ? മിക്കവാറും എല്ലാവരും കഴിച്ചല്ലോ, മിക്കവാറും കഴിച്ചില്ലേ മോളെ? കഴിച്ചു. എല്ലാവരും കഴിച്ചില്ലേ? ഒറ്റ ചോദ്യം, ഇയാളോട് ചോദിച്ചത് വേറെ ഒന്നും കൊണ്ടല്ലോ, ഇയാളെ ഫ്രണ്ട് ഇരുന്നോണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. ഒറ്റ ചോദ്യം അയാളോട് തന്നെ ചോദിക്കാം, മോളെ പേരെന്താ? നന്ദനയ്ക്ക് വിശപ്പുണ്ടായിരുന്നോ കഴിച്ചപ്പോ? ഇല്ലായിരുന്നോ? എന്നിട്ടും എന്തേ കഴിച്ചത്? കഴിച്ചില്ല, അപ്പൊ നന്ദനെ വിട്ടു. കഴിച്ചൊരാൾ കൈവെക്കാവോ? വിശപ്പില്ലാതിരുന്നിട്ടും കഴിച്ചൊരാൾ, രാവിലെ കാപ്പി കുടിച്ചു വീട്ടിൽ നിന്ന്, വിശപ്പില്ല എങ്കിലും വട കഴിച്ചൊരാൾ കൈവെക്കാവോ? ആരുമില്ല. സത്യം പറയാവോ? നിങ്ങൾ കുട്ടികളായ ആരുമില്ല. ഇനി ഒരു സംശയം ചോദിച്ചോട്ടെ, ഒരു വട തന്നോ, ഒരു പഴം കൂടെ തന്നിരുന്നേ കഴിക്കുമായിരുന്നോ? ബിസ്ക്കറ്റ് കൂടെ തന്നെ കഴിക്കുമായിരുന്നോ? ഐസ്ക്രീം തന്നെ കഴിക്കുമായിരുന്നോ? ഇല്ലേ? ഉച്ചയ്ക്ക് ചോറിന്റെ കൂടെ നന്നായി ചോറ് കഴിച്ചു, നന്നായി വയറെല്ലാം വെറുത്ത്, ഉച്ചയ്ക്ക് ചോറൊക്കെ തരുന്നുണ്ട് അവര്, എന്നാലും ഒരു ഐസ്ക്രീം തന്നാ കഴിക്കത്തില്ലേ? ഓഹോ, കള്ളവും കൂടി പറയും, അതാണ് കുഴപ്പം. കള്ളവും കൂടി പറയുകയാണ്, കഴിക്കും. എന്നാലും എൻ്റെ ചോദ്യം അതല്ല, കഴിക്കൂല്ല എന്നുള്ള എൻ്റെ ചോദ്യം. അതിന് ചെറിയ പൈസയൊക്കെ വെച്ചിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യത്തില്ല? ചെറിയ പൈസയൊക്കെ വെച്ചിരുന്നെങ്കിൽ നമ്മൾ കഴിക്കത്തില്ല. അത് ഫ്രീ ആയത് കൂടി കൊണ്ടാണ് കഴിക്കുന്നത്. ഇങ്ങനെ ഫ്രീ ആയ ഒരു സാധനം നമ്മൾ ഒരുപാട് വീട്ടിൽ കൊണ്ടുവരും. ഞാൻ അത് പറയാനത് പറഞ്ഞ ഫ്രീ ആയി കിട്ടുന്നൊരു സാധനം നമ്മൾ വീട്ടിൽ ഒരുപാട് കൊണ്ടുവരും. മണ്ണിൽ ചേരാത്ത സാധനം, ഈ നൂറ്റാണ്ട് കണ്ടുപിടിച്ച ഏറ്റവും വലിയ സാധനം. നമ്മുടെ ബട്ടൺസിൽ പ്ലാസ്റ്റിക് ഉണ്ട്, എൻ്റെ ബട്ടൺസിൽ പ്ലാസ്റ്റിക് ഉണ്ട്, ഞാൻ ക്ലാസ് എടുക്കുന്ന ആളാണ്. എൻ്റെ പേനയിൽ പ്ലാസ്റ്റിക് ഉണ്ട്, എൻ്റെ മൊബൈലിൽ പ്ലാസ്റ്റിക് ഉണ്ട്. ഇനി ഹാർട്ടിന് അസുഖം ഉണ്ടെങ്കിൽ കൃത്രിമ ഹാർട്ട് പ്ലാസ്റ്റിക് കൊണ്ടുണ്ടാക്കാം. ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന ശാസ്ത്രജ്ഞന്മാരിൽ ഒരാളാണ് പ്ലാസ്റ്റിക് കണ്ടുപിടിച്ച ആള്. എന്ത് തെറ്റാ അദ്ദേഹം ചെയ്തത്? എല്ലാവരും ഉറങ്ങുമ്പോൾ അദ്ദേഹം ഉറങ്ങാതിരുന്ന്, ദിവസങ്ങളോളം ഉറങ്ങാതിരുന്ന് ഇത്രയും സുന്ദരമായൊരു വസ്തു കണ്ടുപിടിച്ചില്ലേ? അദ്ദേഹത്തിന് എന്തിനാണ് നാം കുറ്റം പറയുന്നത്? PVC പൈപ്പ് അടക്കമുള്ള, പോളിമർ അടക്കമുള്ള, ഫ്ലെക്സ് അടക്കമുള്ള എത്ര നല്ല സാധനമാണ് കണ്ടുപിടിച്ചു തന്നെ. പക്ഷേ അത് ആവശ്യത്തിനും അനാവശ്യത്തിനും ഉപയോഗിക്കുകയും സൗജന്യമായി കിട്ടുന്നു എന്നുള്ള ഒറ്റ കാരണത്താൽ ആവശ്യം പോലെ വാങ്ങുകയും ലയിക്കുന്നതും ലയിക്കാത്തതുമായ മാലിന്യങ്ങളും അവശിഷ്ടങ്ങളുമെല്ലാം, മാലിന്യം എന്നൊരു വസ്തുവില്ല ഭൂമിയിൽ, അത് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. മാലിന്യമില്ല, എല്ലാം സമ്പത്താണ്. സാർ ഇവിടെ പറഞ്ഞല്ലോ, സാറിന് പൈപ്പ് കമ്പോസ്റ്റിൽ ഇട്ട് കഴിഞ്ഞപ്പോൾ അത് വളമാണ്, പിന്നെ സമ്പത്താണ്, മാലിന്യമല്ലത്. റീസൈക്കിൾ ചെയ്യാം പ്ലാസ്റ്റിക്, ലവ് പ്ലാസ്റ്റിക് ആണ് കാലഘട്ടം, പ്ലാസ്റ്റിക് റീസൈക്കിൾ ചെയ്യാം, എല്ലാം പിന്നെ ഉപയോഗിക്കാൻ പറ്റുന്നു. എന്നാലും നേരിട്ട് മണ്ണിലെടുക്കാത്തത് കൊണ്ട് ആ പ്ലാസ്റ്റിക് ഉൽപ്പന്നത്തിൽ നിങ്ങളുടെ ചപ്പ് ചവറെല്ലാം കെട്ടിയിട്ട്, അല്ലെങ്കിൽ വീട്ടിൽ വരുന്ന വേസ്റ്റെല്ലാം കെട്ടിയിട്ട് വലിച്ചെറിഞ്ഞാൽ അത് ഭൂമിക്ക് അപകടം ഉണ്ടാക്കും, തീർച്ചയായും ഉണ്ടാക്കും. അങ്ങനെ അതുകൊണ്ട് ഫ്രീ ആയി കിട്ടുന്നൊരു വസ്തു ആയതുകൊണ്ടാണ് വ്യാപകമായി ഇത് വാങ്ങുന്നു. പണ്ട് കാലത്ത് പ്ലാസ്റ്റിക് കപ്പിലായിരുന്നു ചായ, ഇപ്പോൾ പേപ്പർ കപ്പിലെങ്കിലും മാറി. ഗൗരവമായി ചിന്തിക്കണം. ഇത് കണ്ടുപിടിച്ച ആളിനല്ല കുറ്റം. ആറ്റം ബോംബ് കണ്ടുപിടിച്ച ആളിനെ എന്തിനാ കുറ്റം പറയുന്നത്? മാനവരാശി മാരർ ഉപയോഗിച്ചു. പിച്ചാത്തി കണ്ടുപിടിച്ചു, ബ്ലേഡ് കണ്ടുപിടിച്ചു. ബ്ലേഡ് രണ്ട് ഉപയോഗമുണ്ട്, രണ്ടല്ല പലതരം ഉപയോഗമുണ്ട്. വേണമെങ്കിൽ അടുത്തിരിക്കുന്ന ആളുടെ കൈ മുറിക്കാനും ബ്ലേഡ് ഉപയോഗിക്കാം, കൊല്ലാനും ബ്ലേഡ് ഉപയോഗിക്കാം, കത്തി കൊല്ലാൻ ഉപയോഗിക്കാം. അപ്പൊ ശാസ്ത്രത്തിന്റെ ഓരോ നേട്ടങ്ങൾ തരുമ്പോഴും അതിനെ മര്യാദയ്ക്ക് ഉപയോഗിക്കുവാൻ പഠിക്കുന്ന അച്ചടക്കമുള്ള ഒരു സമൂഹത്തിന് മാത്രമേ പരിസ്ഥിതി എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സംരക്ഷിക്കാൻ പറ്റുള്ളൂ. അവിടെയാണ് എൻ്റെ വാദം. ഞാൻ പറഞ്ഞത് പരിസ്ഥിതിയെ സംരക്ഷിക്കണം. എന്തിനു വേണ്ടി? നമ്മുടെ നിലനിൽപ്പിന് വേണ്ടി. ഈ ഭൂമി മനുഷ്യരുണ്ടായിട്ട് എത്ര കോടി വർഷമാവുന്നു? എന്തായാലും അതിനു മുമ്പേ എന്തുണ്ടായിരുന്നു? അതിനു മുമ്പും ഭൂമി ഉണ്ടായിരുന്നു. നമ്മളെല്ലാം ചത്തുപോയാലും എന്ത് കാണും? ഭൂമി ഇവിടെ കാണും പല രൂപത്തിൽ. ഉത്തരാഖണ്ഡിൽ കുറച്ചുപേര് മരിച്ചുപോയി പ്രളയം വന്നപ്പോൾ, ഭൂമി ഉത്തരാഖണ്ഡ് അവിടെയുണ്ട്. കാശ്മീരിൽ കുറച്ചുപേര് മരിച്ചുപോയി, കാശ്മീർ അവിടെയുണ്ട്. കാശ്മീർ വല്ല സംഭവിച്ചോ? അതിന്റെ രൂപവും ഷേപ്പും ഒക്കെ മാറിയെന്നല്ലേ ഉള്ളൂ, അവിടെ ഉണ്ടല്ലോ. മനുഷ്യർക്ക് ഭൂമിക്കെന്നും മനുഷ്യരെ വേണമെന്നും നിർബന്ധമൊന്നുമില്ല. പക്ഷെ മനുഷ്യർക്ക് എന്തുണ്ടായേ പറ്റൂ? ഭൂമി നിർബന്ധമായി ഉണ്ടായേ പറ്റൂ. വേണമെന്നൊന്നും പറഞ്ഞാൽ പോരാ മോനെ, നിർബന്ധമായി. വെള്ളമില്ലാതെ ഒരു നിമിഷവും മനുഷ്യന് ജീവിക്കാനാവില്ല. എപ്പോഴും വെള്ളം കുടിക്കുന്നില്ല, നേരത്തെ കുടിച്ചത് ഉള്ളത് കൊണ്ടാണ് എന്ത് ചെയ്യാത്തത്, പിന്നെ ദാഹിക്കാത്തത് അല്ലേ? നേരത്തെ കുടിച്ചിരിക്കുകയാണ്. ഭക്ഷണമില്ലാതെ നമുക്ക് ജീവിക്കാനാവില്ല, ശുദ്ധവായു ഇല്ലാതെ ജീവിക്കാനാവില്ല, മണ്ണില്ലാതെ ജീവിക്കാനാവില്ല. ഇതൊന്നും നമുക്ക് സൃഷ്ടിക്കാനുമാവില്ല, നമുക്കിന്ന് സൃഷ്ടിക്കാനാവുന്നതല്ല. ലാബിലിരിക്കുന്ന ഹൈഡ്രജൻ ഓക്സൈഡ് എടുത്ത് വെള്ളമാക്കാനൊക്കെ പഠിക്കാം, പക്ഷെ നമുക്ക് അങ്ങനെ സൃഷ്ടിച്ചൊരു പ്രശ്നം പരിഹരിക്കാനാവില്ല. അപ്പൊ തിരിച്ചു ചിന്തിക്കുക, നിങ്ങളുടെ ചിന്തകൾ തിരിക്കുക.
ചെറുതും വലുതുമായ ആവാസ വ്യവസ്ഥകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക? ഒന്നാമത്തെ കാര്യം ഈ പ്രകൃതിയെ അറിയുക എന്നുള്ളതാണ്. ഇതൊന്നും നമുക്ക് കൃത്യമായി സൃഷ്ടിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ കടലും കായലും കരകളും ഇതൊന്നും നമുക്ക് കൃത്യമായി സൃഷ്ടിക്കാൻ പറ്റാത്ത കാര്യത്തിൽ അറിയുക. ലീവ് വിത്ത് നാച്ചർ, ലീവ് എലോങ് വിത്ത് നാച്ചർ. പ്രകൃതിയോടൊപ്പം ജീവിക്കുക എന്ന് പറഞ്ഞാൽ കാളവണ്ടി യുഗത്തിലേക്ക് പോവുക എന്നുള്ളതല്ല, പഴയതിലേക്ക് പോവുക എന്നുള്ളതല്ല. പ്രകൃതിയെ അറിഞ്ഞുകൊണ്ട് ജീവിക്കുക. വെള്ളപ്പൊക്കം അറിഞ്ഞുകൊണ്ട് ജീവിക്കുക. കരമനയാറ്റിൽ വെള്ളം പൊങ്ങിയപ്പോൾ കരമനയാറ്റിന്റെ തീരത്തുള്ള വീടുകൾ നശിച്ചുപോയി എന്ന് പരാതി പറയുന്നത് എന്തിന്? കരമന ആറെന്ന് പറഞ്ഞാൽ ആറ് മാത്രമല്ല, ആറ്റിന്റെ ചുറ്റുമുള്ള ഒരു 1/2 കിലോമീറ്റർ സ്ഥലം കൂടി ആരുടെ അവകാശപ്പെട്ടതാണ്? ആറ്റിന് അവകാശപ്പെട്ടതാണ്. മഴക്കാലത്ത് വെള്ളം കടത്തിവിടാനുള്ള ഫ്ലഡ് പ്ലെയിൻ ആണത്. വെള്ളപ്പൊക്കം വരുന്നതിനെ കടത്തിവിടാനുള്ള ഫ്ലഡ് പ്ലെയിനിൽ നമ്മൾ കയ്യേറിയിട്ട് അവിടെ വീട് വച്ചിട്ട് നമ്മൾ ആരെ കുറ്റം പറയുന്നു? നദിയെ കുറ്റം പറയുന്നു. ഫ്ലഡ് പ്ലെയിൻ ആണത്. മല പോയി ഇടിച്ചു നിരത്തിയിട്ട് മലയെ കുറ്റം പറയുന്നു, മണ്ണിടിച്ചിലുണ്ടാവുന്നു. തിരിച്ചു ചിന്തിക്കുക. മലയിൽ മലയുടെ രീതിയിൽ ജീവിക്കണം, കടൽ തീരത്ത് കടൽ തീരത്തിന്റെ രീതിയിൽ ജീവിക്കണം, നാട്ടിൻപുറത്ത് നാട്ടിൻപുറത്തിന്റെ രീതിയിൽ ജീവിക്കണം, നദീതീരത്ത് നദീതീരത്തിന്റെ രീതിയിൽ ജീവിക്കണം. അപ്പോ വെള്ളപ്പൊക്കം തിരിച്ചറിയണം, വരൾച്ച തിരിച്ചറിയണം. വരൾച്ചകൾ ആവശ്യമുണ്ട്. വരൾച്ചയില്ലെങ്കിൽ ഭൂമിയില്ല, വെള്ളപ്പൊക്കമില്ലെങ്കിൽ ഭൂമിയില്ല, സുനാമി ഇല്ലെങ്കിൽ ഭൂമിയില്ല, ചലനമാണ്, ഭൂകമ്പം ഉണ്ടാകും. ഇതെല്ലാം ഭൂമിക്ക് ആവശ്യമുണ്ട്, ഭൂമിയുടെ മെക്കാനിസം നിലനിർത്താൻ. അപ്പൊ നമുക്ക് തിരിച്ചു ചിന്തിക്കാം. നമ്മുടെ ചിന്തയെ 100 ഡിഗ്രിയും തിരിച്ച് മാറി ചിന്തിക്കാം. എന്താ ചിന്തിക്കേണ്ടത്? നമ്മൾ എത്ര ശാസ്ത്ര സാങ്കേതിക വിദ്യ വളർന്നാലും ഈ പറയുന്ന അടിസ്ഥാന വിഭവങ്ങളായ ഞാൻ തുടങ്ങിയിടത്തുനിന്ന് പറയുന്ന മണ്ണ്, വെള്ളം, വായു, ജൈവസമ്പത്ത് ഇതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ കൃത്രിമമായി സൃഷ്ടിക്കാൻ കഴിയാത്തതുകൊണ്ട് ഇതിനെ ആദരിക്കുക, ബഹുമാനിക്കുക, പരമാവധി സംരക്ഷിക്കുക, അതിൻ്റെ ജീവിത രീതി ചിട്ടപ്പെടുത്തുക. ക്യാമ്പസിലാണെങ്കിൽ ക്യാമ്പസിൽ, വീട്ടിലാണെങ്കിൽ വീട്ടിൽ. നിങ്ങളുടെ വീട്ടിൽ മാലിന്യം സംസ്കരിച്ചാൽ, നല്ലൊരു മുള വെച്ച് പിടിപ്പിച്ച് ഓക്സിജൻ കൂടുതലുണ്ടെങ്കിൽ ശുദ്ധവായു നിങ്ങൾക്ക് കൂടുതൽ കിട്ടും. ശുദ്ധവായു കൂടുതൽ കിട്ടിയാൽ ആരോഗ്യത്തിന് ആശുപത്രിയിൽ കുറച്ച് പൈസ കൊടുത്താൽ മതി. തിരിച്ചു ചിന്തിക്കാം. അപ്പൊ നമുക്ക് തിരിച്ചു ചിന്തിച്ചുകൊണ്ട് പരിസ്ഥിതി സംരക്ഷണമോ ആവാസ വ്യവസ്ഥ സംരക്ഷണമോ പരിസര സംരക്ഷണമോ എന്നൊക്കെ പറയുന്നത് ആരുടെയും കുത്തകയും അല്ലെങ്കിൽ ആർക്കും ഉള്ളതല്ല, നമുക്ക് എല്ലാവർക്കും കൂടി അവകാശപ്പെട്ടതാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു സമീപനത്തിലേക്ക് നിങ്ങൾക്ക് വരാൻ കഴിയണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ ക്യാമ്പസിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ക്യാമ്പസിൽ ചെയ്യുകയും വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ വീട്ടിൽ ചെയ്യുകയും ഇന്നു തന്നെ നിങ്ങൾ തീരുമാനമെടുക്കുകയും വേണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തീരുമാനമെടുക്കണം. എനിക്ക് ശുദ്ധവായു കിട്ടി, ശുദ്ധജലം കുടിച്ച് നന്നായി ഈ ഭൂമിയിൽ നല്ല ആരോഗ്യത്തോടു കൂടി ആനന്ദത്തോടു കൂടി സന്തോഷത്തോടു കൂടി ജീവിക്കണമോ വേണ്ടയോ? അതിലെൻ്റെ കടമ എന്ത്? മിതമായ ആഹാരം കഴിക്കുന്നതിൽ, നല്ല രീതിയിൽ വസ്ത്രം ധരിക്കുന്നതിൽ, നല്ല ശീലമുണ്ടാക്കുന്നതിൽ, നന്നായി ഉറങ്ങുന്നതിൽ, നല്ലപോലെ മാലിന്യം സംസ്കരിക്കുന്നതിൽ, എല്ലാറ്റിലും ഒരു അച്ചടക്കം കൊണ്ടുവരുന്നതിൽ, പ്രകൃതിയെ മനസ്സിലാക്കുന്നതിൽ, വെള്ളത്തെ മനസ്സിലാക്കുന്നതിൽ, മഴയുടെ വരവും പോക്കും മനസ്സിലാക്കുന്നതിൽ, നിൽപ്പും നടപ്പും മനസ്സിലാക്കുന്നതിൽ, പ്രകൃതിയെ മനസ്സിലാക്കുന്നതിൽ ഒരു മനസ്സ് വച്ചുകൊണ്ടല്ലാതെ നിങ്ങൾക്കും എനിക്കും സ്വയം രക്ഷപ്പെടാനാവില്ല. ഒരുപാട് അസുഖങ്ങളും ഒരുപാട് മാനസിക സംഘർഷങ്ങളും ബുദ്ധിമുട്ടുകളും വരുന്നതല്ലാതെ നമുക്ക് രക്ഷപ്പെടാനാവില്ല. തിരിച്ചു ചിന്തിക്കാം എന്ന് മാത്രം ഞാൻ സൂചിപ്പിക്കുന്നത്. ഇവിടെ വന്ന് നിങ്ങളോടൊപ്പം സംസാരിക്കാൻ ഉള്ള അവസരമൊക്കെ തന്നതിനുള്ള വലിയ മഹാഭാഗ്യമായി ഈ അവസരത്തെ ഞാൻ കാണുന്നു. നിങ്ങളോട് എനിക്ക് പറയുവാനുള്ളത്, കുട്ടികളോട് പറയുവാനുള്ളത്, നിങ്ങളെപ്പോലെ 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും 11ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും പ്രീ ഡിഗ്രിക്കൊക്കെ പഠിച്ച് തന്നെയാണ് ഞാനുമൊക്കെ മുകളിലോട്ട് വന്നത്. നന്നായി പഠിക്കുക, നന്നായി പഠിക്കുക, നന്നായി കാര്യങ്ങൾ പഠിക്കുക. പാഠഭാഗങ്ങൾ മാത്രമല്ല, നന്നായി പരീക്ഷയ്ക്ക് പഠിക്കുക, നന്നായി പ്രകൃതിയെയും പഠിക്കുക, നന്നായി ചുറ്റുപാടുകളെയും പഠിക്കുക. അങ്ങനെ നല്ല കുട്ടികളായി വരാൻ, നല്ലൂട്ടികളാകാൻ നിങ്ങൾക്ക് കഴിയട്ടെ. മണ്ണിനെ, വെള്ളത്തെ സ്നേഹിക്കുന്ന, ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന ഒരു നല്ല സമൂഹം ഉണ്ടായി വരാൻ നിങ്ങൾ ഇറങ്ങി പ്രവർത്തിക്കണം. ഈ സ്കൂളിൻ്റെ എല്ലാ ക്ലാസ്സുകളിലും നിങ്ങൾ ഈ സന്ദേശം പറയണം. നാളെ മുതൽ ഈ ക്യാമ്പസിൽ എവിടെയെങ്കിലും ഒരു ചപ്പ ചവർ കിടക്കുന്ന കണ്ടാൽ ടീച്ചർ പറയാതെ, കുട്ടി പറയാതെ, ആരും പറയാതെ നിങ്ങൾ എടുത്തത് ഡസ്റ്റ്ബിന്നിൽ കൊണ്ടിടണം. നിങ്ങൾ എടുത്തത് മാലിന്യ സംസ്കരണ സ്ഥലത്ത് കൊണ്ടിടണം. സമനിലയങ്ങൾ ഉണ്ടാക്കണം, അവിടെ കൊണ്ടിടണം. ആരും പറയാതെ. ഇവിടെ പ്ലാസ്റ്റിക് കപ്പിൽ ചായ തന്നിട്ട് ഒരു ബക്കറ്റ് കൊണ്ടുവന്ന് 2 കുട്ടികൾ എന്ത് ചെയ്യുന്ന കണ്ടു? എടുത്തോണ്ട് പോകുന്ന കണ്ടു.
അത് പാടില്ല. ബക്കറ്റ് ഒരിടത്ത് വെച്ചാൽ നിങ്ങൾ ക്ലാസ് കഴിഞ്ഞതിന് ശേഷമോ ക്ലാസ്സിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം? എടുത്തോണ്ട് പോയി ഇടണം. അത് നമ്മുടെ ശീലമാകണം. പരിസ്ഥിതി സൗഹൃദ ക്യാമ്പസ് ഉണ്ടാവട്ടെ. ആ ക്യാമ്പസിന്റെ സന്ദേശം ഈ രാജ്യം മുഴുക്ക പോകട്ടെ. എല്ലാ ആളുകളും ഇപ്പൊ നല്ല കാര്യങ്ങളൊക്കെ ചെയ്താൽ രാജ്യം മുഴുക്ക പോകാം. രാജ്യത്ത് മുഴുക്ക ഈ പ്രവർത്തനം നടക്കുന്നു. കേരളത്തിലൊക്കെ ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. നല്ല കാര്യങ്ങൾ നടക്കട്ടെ. നിങ്ങൾക്ക് അതിന്റെ സന്ദേശവാഹകരാകാൻ കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്നെ ക്ഷണിച്ചതിനും ഇങ്ങനെ ഒരു അവസരത്തിൽ സംസാരിക്കാൻ നന്ദിയുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് ഇതിന്റെ സംഘാടകർക്ക്. എല്ലാവർക്കും നല്ല കുട്ടികളായി നന്നായി പഠിച്ച് നല്ല മാർക്ക് വാങ്ങി നല്ല കുട്ടികളായി മാറുവാൻ, നല്ല പൗരന്മാരായി മാറുവാൻ കഴിയട്ടെ എന്ന് മാത്രം ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു.